രാവിലെ ഞാൻ ഭക്ഷണവും കൊടുത്തു വളർത്തിവിടുന്ന എന്റെ മക്കൾ രാപ്പകലില്ലാതെ അവരുടെ നാവിലൂടെ വരുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് എന്ന് സമാധാനിക്കാൻ സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുമായി ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് വരുമ്പോ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾക്ക് വഹി വരുമ്പോ ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ എന്റെ ഹബീബായ നബി തങ്ങൾക്ക് വരുന്ന ഭാവവ്യത്യാസങ്ങളെ സശ്രദ്ധ ഞാൻ വീക്ഷിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഉതിരാൻ തുടങ്ങും. ഹബീബിന്റെ ശരീരത്തിന്റെ നിറത്തിന് ഭാവവ്യത്യാസമുണ്ടാകും. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കും. എന്റെ തൊടയിൽ തല വെച്ചിട്ട് എന്റെ ഹബീബ് കടന്നപ്പോ ആ സമയത്ത് എന്റെ തൊട ഇങ്ങനെ എന്റെ ഹബീബിന്റെ ഭാരം കൊണ്ട് എന്റെ തൊടയിൽ പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് ഭാരം അനുഭവപ്പെടുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഏറ്റവും ഭാരമുള്ള വാക്കാണ് നബി അങ്ങേക്ക് ഞാൻ അവതരിപ്പിച്ചു തരുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ അതിനെ അടിവരയിടുകയാണ്. ഒരാൾ ഇന്ന് ഹാഫിളായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും നല്ല വാക്കവൻ മനഃപ്പാടമാക്കി, ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെയെല്ലാം ഹാഫിളീങ്ങളാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ ഖുർആന്റെ വാഹകരാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ, യഥാർത്ഥത്തിൽ ഈ മഹലിന്റെ ഒരു ഉത്സവമാണ് 3 പേര് ഹാഫിളാവൽ. ഒരു 450 വീടില്ല ഇവിടെ അല്ലേ? ഓരോ ആള് വെച്ച് വന്നാലും ഒരു 450 പേര് കാണണ്ട. ശുഷ്കമായ ഒരു സദസ്സല്ല ഒരു മഹലിന്റെ കീഴിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു ഹിഫ്ള് കോളേജിലാണെങ്കിലും ഒക്കെ ഒരു മഹലിന്റെ കീഴിൽ ഇത്രയും നാള് ഭക്ഷണം കൊടുത്ത് വളർത്തി 3 മക്കള് 2 പേര് സനത് വാങ്ങിക്കുന്ന ആ ഒരു ആഘോഷം കാണാൻ നമ്മുടെ കണ്ണുകൾക്കും ഹൃദയങ്ങൾക്കും അതൊരു കുളിര് നൽകുന്നില്ല എങ്കിൽ സഹോദരങ്ങൾ, അത് വളരെയേറെ ഖേദകരമാണ്, വളരെയേറെ ഖേദകരമാണ്. ഒരു 4 വർഷം മുമ്പ്, കോവിഡിന് മുമ്പ് ഞാനാണിത് തുടങ്ങണത്. ഇവര് വന്ന് സനദിന് വിളിക്കുമ്പോ ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആവേശം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വരാന്ന് സമ്മതിച്ചത്. ഇതിപ്പോ റബ്ബറും പാല് വെട്ടണ സമയത്ത് ഒരു ഒഴുക്കുണ്ടാവും, അവസാനം ഈ പാത്രത്തിൽ ഉറഞ്ഞിരിക്കണ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുമാതിരിയാണ്. ഒരുമാതിരി അതൊക്കെ ഉറഞ്ഞ് എങ്ങനെയൊക്കെ വിട്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ളതുപോലെ നമ്മൾ തുടങ്ങുന്ന അതേ ആവേശം, ഞാൻ തുടങ്ങുന്ന ആ സമയത്ത് കണ്ട ഒരാവേശം യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാകുന്ന സമയത്ത് ആ സന്തോഷത്തിൽ നമ്മൾ നട്ടു വളർത്തിയത്, നമ്മൾ കണ്ടു വളർന്നത്, നമ്മൾ ആ സുഗന്ധം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, മാത്രമല്ല ഇവിടുത്തെ ഹാഫിളീങ്ങൾ മിക്കവരും ഈ മഹല്ലംഗങ്ങളാണ്. എന്നോട് ഹാഫിള് ഉസ്താദ് പറഞ്ഞ ഒരാളുടെ വീട് ആ വീടാണ്, തൊട്ടടുത്ത വീടാണ്. അപ്പോ പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരാളാണ് ഹാഫിളാവുന്നത്. ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഈ മഹല്ലിന്റെ ഒരു ഉത്സവമാകേണ്ടതാണ്. പക്ഷെ ആ ഉത്സവം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അവരേതായാലും നേരത്തെ അവർക്ക് പിന്നെ ഈ പകയും വിദ്വേഷവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതുണ്ടെങ്കിൽ തന്നെ അവർ അടുക്കളയുടെ 3 കല്ലിന്റെ മൂട്ടിലും പിന്നെ ഡൈനിങ് ടേബിളിലും, ഇനി അതുകൊണ്ട് തീർന്നില്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് തലയണയുടെ പഞ്ഞി വലിച്ചിട്ടും ഒക്കെ അതങ്ങ് തീർക്കണത് കൊണ്ട് അവരുടെ പകയും ഈ ഇഷ്ടമില്ലായ്മയൊന്നും അധികം അങ്ങ് നീണ്ടുപോയില്ല. പക്ഷേ അവരെല്ലാവരും ഇത് ആസ്വദിക്കാൻ എത്തിയിട്ടുണ്ട്. അന്ന് കണ്ടതുപോലെ ഇപ്പോഴും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രായഭേദമന്യേ. അപ്പൊ അവരതിനെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോ അതിരുന്നാൽ നമുക്കിതൊക്കെ ആസ്വദിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ചില ചങ്ങലക്കെട്ടുകളുണ്ട്. ചങ്ങലക്കെട്ടുകൾ ഈ കാഴ്ചകളെ ആസ്വദിക്കണമെന്ന് നമ്മുടെ ഹൃദയത്തിനുണ്ട്.
ഈ വാട്ടുകളുടെ വീടുകളിലും പുലരരുത്. നാളെ നമ്മുടെ നാടുകൾ ഇതുപോലെ ആകരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഹാഫിളാവുന്നതും ഇതുമൊക്കെ വലിയൊരു ആഘോഷം. പക്ഷേ അതൊന്നും ആസ്വദിക്കാൻ കഴിയാത്ത ചില ചങ്ങലക്കെട്ടുകൾ നമ്മുടെ പെടലിയിലുണ്ട്. ആ ചങ്ങലക്കെട്ട് ഏതെന്നറിയോ? ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അല്ലാഹു പറയാണ്, ചില ആളുകൾക്ക് ചില ചിത്തേകമായ അവസ്ഥകളുണ്ട്. ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലാ, അവരുടെ പിടലിയിൽ ഞാൻ കുറെ ചങ്ങലകളെ കൊണ്ടുപോയി ബന്ധിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചങ്ങലക്കെട്ടുകൾ അവരുടെ പെടലിയിൽ ഞാൻ ബന്ധിച്ചു കൊടുത്തിരിക്കുകയാ. ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. ആ ചങ്ങലക്കെട്ടുകള് പെടലിയിൽ സ്വയം ഇങ്ങനെ അണിഞ്ഞിട്ട് കൊടുങ്കുറ്റവാളി നടങ്ങുന്നത് പോലെ ആ ചങ്ങലക്കെട്ടുകളിൽ അവര് ബന്ധനസ്ഥരാ. ആ ചങ്ങലക്കെട്ടുകൾ ഒന്നുകിൽ നമ്മുടെ സംഘടനകളാവാം, ഒന്നുകിൽ നമ്മുടെ മിഥ്യാധാരണകളാവാം, ചിലപ്പോൾ നമ്മുടെ അഹങ്കാരബോധമാവാം, ചിലപ്പോൾ മറ്റൊന്ന് അംഗീകരിക്കാനില്ലാത്ത സ്വാർത്ഥതകളാവാം, ചിലപ്പോൾ നമ്മുടെ ലുപ്തതകളാവാം, ചിലപ്പോൾ നിങ്ങളുടെ കപടതകളാവാം. ആ ചങ്ങലക്കെട്ടുകൾ എങ്ങാനും അഹങ്കാരമോ ലുബ്ധതയോ വൈരാഗ്യമോ കലാപമോ നമ്മുടെ ഹൃദയത്തിലെ ചങ്ങലയിട്ട് പൂട്ടിയാൽ സഹോദര, കാര്യം പിന്നെ നിസ്സാരമല്ല. ഓ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽബിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഞാൻ ഈ പാരായണം ചെയ്യുന്നത് നമ്മൾ പതിവായി പാരായണം ചെയ്യുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീൻ അർത്ഥമാണ് ഈ പറയാ. പലപ്പോഴും ഈ ആയത്തോതിയെങ്കിലും ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല. സ്വാർത്ഥതകളുടെയും അഹങ്കാരത്തിന്റെയും എന്റെ പെങ്ങളെ ഫെമിനിസത്തിന്റെ ചങ്ങലക്കെട്ട് നിനക്കുണ്ട്. ഇസ്ലാമിന്റെ മതത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് തല തുറന്നിട്ട് നടക്കണം, എനിക്ക് ആണിന്റെ മടിയിലിരിക്കണം, എനിക്ക് അവന്റെ തോളിൽ കൈയിട്ട് നടക്കണം, എനിക്ക് ജെൻഡർ ഇക്വാലിറ്റി വേണം. ആളുകളും മതപണ്ഡിതന്മാരും പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുന്ന മതബോധം തൊട്ടു തീണ്ടാത്ത സ്വാർത്ഥതയുടെ ചങ്ങല നിന്റെ കഴുത്തിലണിഞ്ഞാൽ നിന്റെ മുൻഭാഗത്ത് ഞാനൊരു മറയെ കൊണ്ടുവന്നിടും. പുറകില് നിനക്കൊരു മറ വന്ന് സ്ഥാനം പിടിക്കും. മുമ്പിലും പുറകിലും മറ വന്നാൽ പിന്നെ നിന്റെ കണ്ണുകൊണ്ട് നിനക്കൊന്നും കാണാൻ സാധ്യമല്ല. ലഹരിക്കടിമയായ മകൻ വന്ന് മാതാവിന്റെ കരുത്തു വെട്ടുമ്പോ ആ കാഴ്ച കണ്ടിട്ട് സ്വന്തം മക്കളെ കുറിച്ച് തുറന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നിനക്ക് കണ്ണുണ്ട്, പക്ഷേ കാണാൻ കഴിയില്ല. ഓ അലഹും അംലഹും ആദാ അംലുഹും അംലഹും ആദാനുൻ യസ്മഊന ബിഹാ അംലഹും അയ്യുനുൻ യുബ്സിറൂന ബിഹാ അംലഹും ഖുലൂബുൻ യഫ്ഖഹൂന ബിഹാ. നിങ്ങൾക്ക് കാണാനുള്ള രണ്ട് കണ്ണുകളില്ലേ, കേൾക്കാനുണ്ട് ചെവികളില്ലേ, ചിന്തിക്കാനുള്ള ഹൃദയമില്ലേ? അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമായിട്ടിരിക്കുമെന്നല്ലാതെ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ ദുരന്തങ്ങളും പ്രശ്നങ്ങളും കണ്ടാൽ അതുകൊണ്ടൊന്നും നിങ്ങളുടെ ഹൃദയത്തിലോട്ട് കയറുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്കൊരു നന്മ കയറുകയില്ല. കാരണം ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാര സ്ഥാനം പിടിച്ചുപോയി, അലങ്കാര സ്ഥാനം പിടിച്ചുപോയി, ദുനിയാവ് സ്ഥാനം പിടിച്ചുപോയി, ഫെമിനിസം സ്ഥാനം പിടിച്ചുപോയി. മതത്തെ വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിലോട്ട് പോകാനുള്ള ആഗ്രഹം സ്ഥാനം പിടിച്ചു പോയാൽ പിന്നെയാണ് പറയുന്നത് സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുമിനൂൻ. നബിയെ, അവരോട് പിന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടും കാര്യമില്ല, നൽകാതിരുന്നിട്ടും കാര്യമില്ല. ഒരിക്കലും ലാ യുമിനൂന, അവര് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയില്ല. അവര് പിന്നെ എത്ര വാല് കേട്ടാലും
വെള്ളിയാഴ്ചകളിൽ ഖത്തീബ് എത്ര നാക്ക് തുറന്നു പറഞ്ഞാലും അതൊന്നും അവരുടെ ഹൃദയത്തിനുള്ളിലോട്ട് ഇറങ്ങുകയില്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അഹങ്കാരവും കുടിപ്പടകയും കലാപവും കാലിശ്യവും മിഥ്യാബോധവും ഭൗതികവാദവും നിരീശ്വരവാദവും സ്ഥാനം പിടിച്ചിരിക്കുകയാ. അവരെ പിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല നബിയേ, അവരോട് മുന്നറിയിപ്പ് നൽകിയിട്ട് കാര്യമില്ല നബിയേ. നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണമെന്ന്, നിങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കണമെന്ന്, അതിന്റെ എല്ലാം അടിസ്ഥാനപരമായി ഈമാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുകയില്ല. അതുകൊണ്ടാണ് നാൽക്കവലകളിൽ അവരെ ഉലമാക്കളെ പരിഹസിക്കുന്നത്, അവര് മദ്രസയെ വില കുറച്ച് കാണിക്കുന്നത്, അവര് ഖുർആനിനെ നിന്ദിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ആരോടാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇന്നമാ തുൻദിറു, ആരോടാണ് അങ്ങ് മുന്നറിയിപ്പ് നൽകേണ്ടത്? ഈ ദുരന്തങ്ങളെ കുറിച്ച്, ഈ വരാനിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്, ഇനി വരാനിരിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് ആരോടാണ് പറയേണ്ടത്? എല്ലാവരോടും മുന്നറിയിപ്പ് നൽകേണ്ട കാര്യമില്ല. സ്ത്രീ പുരുഷ ഇടകലരലിനെ കുറിച്ച്, സ്ത്രീ പുരുഷ സങ്കലനത്തെ കുറിച്ച്, അവർ രണ്ടും തമ്മിൽ ഉണ്ടാകേണ്ട മതിൽക്കെട്ടുകളെ കുറിച്ചും മത നിയമങ്ങളെ കുറിച്ച് എല്ലാവരോടും പറയണ്ട. എല്ലാവർക്കും ആ പറയുന്നത് ദഹിക്കണമെന്നില്ല, എല്ലാവരും അത് സ്വീകരിക്കണമെന്നില്ല. വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് മനിത്തബഅ ദിക്റ, വിശുദ്ധമായ ഖുർആനിനെ പിൻപറ്റുകയും വഖശിയ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യത്തിൽ പോലും പടച്ചവനെ പേടിച്ചു ജീവിക്കുന്ന ആളുകളോടാണ് നബിയേ. അല്ലാത്തവരോട് ഒരു കഥയില്ല. ആരോടാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്? ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പിൻപറ്റുക. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അവസാനം അദൃശ്യതയിലും അല്ലാഹുവിനെ ഭയപ്പെടുക. ഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, ഏകാന്ത നിബിഡമായൊരു പാതിരാവിന്റെ നിശബ്ദതയിൽ നീ ഒറ്റക്കാവുകയും ഒരു തെറ്റ് ചെയ്യണമെന്ന് നിന്റെ ശരീരം നിന്നെ വല്ലാതെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ. വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി, ആരുമില്ലാത്ത പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരാരും നമ്മളെ കാണുന്നില്ലല്ലോ. ഒരു തെറ്റ് ചെയ്യാൻ വിജനതയുടെ ഇരുളിന്റെ വിജനതയിൽ നിന്റെ ശരീരം നിന്നെ വല്ലാതെ പ്രേരിപ്പിക്കും. ഒരവസരം വന്നാൽ ശരീരം അങ്ങനെയാണ്, നഫ്സ് നിന്നെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. മൗലായ സല്ലി വസൽ. മനുഷ്യന്മാരെ നിങ്ങളെന്തിട്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സല്ലി വസല്ലിം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇമാം ബൂസൂരി റഹിമഹുല്ലാ പറയാ, നമ്മുടെ നഫ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്. അന്നഫ്സു കത്തിഫിലിൻ തുഹ്മിൽ ഹുശബ്ബാല ഹുബ്ബിർ റളാഇ വഇൻ തുഫ്തിനുഹു യൻഫതിമി. മൗലായ സല്ലി വസല്ലിം. ആ ശരീരം നമ്മെ തെറ്റ് ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും.
പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരാളും അറിയില്ല എന്ന് ഉറപ്പുള്ള നേരത്ത് നീ ആ തെറ്റ് ചെയ്തോളൂ. ആര് കാണാനാണ്? ഭർത്താവ് അടുത്തില്ലല്ലോ, ഭാര്യ അടുത്തില്ലല്ലോ, ആരും നിന്നെ കാണുന്നില്ലല്ലോ, ഏകാന്തതയിലാണല്ലോ, എല്ലാവരും ഉറക്കത്തിലാണല്ലോ എന്ന് ശരീരം മനസ്സിങ്ങനെ പറയുന്ന നേരത്ത് വളരെ മനോഹരമായ 4 വരി കവിത. ആധുനിക ലോകത്തിന് എല്ലാ ശ്രീലതകളെയും അവസാനിക്കാൻ കഴിയുന്ന ആത്മാവിന്റെ ആന്തോളനങ്ങളെ അനുസ്യൂതം പിന്തുടരുന്ന ഒരു 4 വരി കവിത. നിഅമമാ ഖാല ശായിറു, ആ ഷായിറ കവി എത്ര അർത്ഥവത്താണ്. ശരീരം ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പോകുന്ന നേരത്ത് ഫസ്തഹി മിൻ നളിരിൽ ഇലാഹി വകുല്ലഹാ, ഏകനായ അല്ലാഹുവിന്റെ ദൃഷ്ടിയുടെ താഴെയാണ് താനെന്ന് ഓർമ്മിപ്പിക്കുകയും വകുല്ലഹാദിന്റെ നഫ്സിനോട് പറയുകയും ചെയ്യണം. ഇന്നല്ലദീ ഖലഖല്ലലാമ യറാനി, എന്റെ നഫ്സേ നീ എന്നെ തെറ്റിലോട്ട് നയിക്കരുതേ, നീ എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുതേ, നീ എന്നെ മദ്യപിക്കാൻ ആവശ്യപ്പെടരുതേ, ലഹരി ചുണ്ടിലോട്ട് വെക്കാൻ നീ എന്നോട് പറയരുതേ. ആരും കാണുന്നില്ലെങ്കിലും മിന്നല്ലദീ ഖലഖല്ലലാമ യറാനി, ഈ അന്ധകാരത്തെ സൃഷ്ടിച്ച, ഈ രാത്രിയെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവുണ്ടല്ലോ. യുകവ്വിറുൽ ലൈല അലൻ നഹാർ, രാവുകളെയും പകലുകളെയും സമയബന്ധിതമായി ക്രമാനുഗതമായി ക്രയവിക്രയം ചെയ്യുന്ന, ഈ രാവിനെയും പകലിനെയും ഋതുഭേദങ്ങളിൽ മാറ്റി മാറ്റി വരുത്തുന്ന, അതിന്റെ അധികങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്ന, രാത്രിയിൽ ചന്ദ്രനെയും പകല് സൂര്യനെയും മനുഷ്യലോകത്തിന് ദർശനയോഗ്യമാക്കിയ, മന്ദമാരുതനെ അടിച്ചു വീശിയ ഫാലിക്കുൽ ഹബ്ബി വന്നവാ, ഈ വിത്തുകളിൽ നിന്ന് കൃഷിയിടങ്ങളെ മുളപ്പിച്ചു തന്ന, പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാ രഹസ്യ പരസ്യങ്ങൾ അറിയാൻ കഴിയുന്ന, യസ്മഉ ഹറകാത്തിൻ നംലതി ഫിൽ ലൈലത്തിൽ അൽമാ, കൂരിട്ട് നിറഞ്ഞ രാത്രിയിൽ കാണാൻ കഴിയാത്ത കരിമ്പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ പാദപതന ശബ്ദത്തെ പോലും തിരിച്ചറിയാൻ കഴിയുന്ന, സചേതനമല്ലാത്ത പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ചു കൊടുത്ത, ഈ ശൂന്യാകാശത്ത് നിന്ന് ഭക്ഷണത്തലികയെ ഈസാ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത, ഈ പാല് ചുരത്തുന്ന ഒട്ടകത്തെ സമൂഹത്തിന് ദൃഷ്ടാന്തമായി കൊടുത്ത, പാരാവാരം പോലെ പരന്നൊരുകുന്ന പരസ്പരം തിരമാലകൾ കലതല്ലി തിരിച്ചു പോകുന്ന ചെങ്കടലിൽ മൂസാ നബിക്ക് 2 പിളർന്നുമാടി വഴിയൊരുക്കി കൊടുത്ത, അഹങ്കാര ദാഠ്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ ദാഠ്യത്തോടെ കാലെടുത്തു വെച്ച, ഫറോവയുടെ ജീവനോടെ മുക്കിക്കൊന്ന ചെങ്കടലിനെ സൃഷ്ടിച്ച, ഈ ലോകത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന, രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നല്ലദീ ഖലഖല്ലലാമ യറാനി, എല്ലാ ചിന്തകൾക്കും അപ്പുറം, ഭൗതികവാദങ്ങൾക്കും അപ്പുറം, നിരീശ്വരവാദങ്ങൾക്കും സർവമത സത്യവാദങ്ങൾക്കും അപ്പുറം എനിക്കെന്റെ സൃഷ്ടാവെന്നെ കാണുന്നുണ്ട്. ഫസ്തഹീ മിൻ നളിരിൽ ഇലാഹി വകുല്ലഹാ, ഇന്നല്ലദീ ഖലഖല്ലലാമ യറാനി, ആ സൃഷ്ടാവിന്റെ കണ്ണിന്റെ കാഴ്ചയിൽ നിന്ന് ഞാൻ ഒരു നിമിഷത്തിലും അപ്രത്യക്ഷനാവില്ല. അതുകൊണ്ട് എന്നെ തെറ്റിലേക്ക് ക്ഷണിക്കല്ലേ എന്ന് തന്റെ നഫ്സിനോട് ആര് പറയുന്നുവോ, അദൃശ്യമായ സമയത്ത് പോലും അല്ലാഹുവിനെ ഭയക്കുന്നവരാരുണ്ടോ അവരോടാണ് ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരോട്, ഏകനായ റബ്ബിനെ ഭയമുള്ളവരോട്, അത് സാമ്പത്തിക കാര്യത്തിൽ, ലൈംഗിക കാര്യത്തിൽ എന്ന് വേണ്ട കുടുംബകാര്യത്തിൽ എനിക്കെന്റെ റബ്ബാണ് വലുതെന്ന് കരുതുന്നവരോട് ഉപദേശവും മുന്നറിയിപ്പും പാടുള്ളൂ. അല്ലാത്തവരോട് എത്രമേൽ പറഞ്ഞാലും അത് സാധ്യമാവില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരാ, അതുകൊണ്ടാണല്ലോ കഅബാലയത്തിന് ആ കറുത്ത തുണി കൊണ്ട് മറച്ചു വെച്ച കഅബാലയത്തിന് മുമ്പിലിരുന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. ആ പാരായണം ചെയ്തതാരോടാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അവന് ജാതനല്ല, ഭൂജാതനല്ല, പിതാവില്ല, നദീറില്ല, മുല്യതയില്ലാത്തവനാണെന്ന് ഏകനായ അല്ലാഹുവിനെ കുറിച്ച് ഈ ആയത്തുകൾ മുഴുവനും ഹബീബായ നബി തങ്ങളെ കൈബാറിയത്തിന്റെ മുമ്പിൽ ശ്രവണ മധുരമായിട്ട് ഓതുമ്പോ അത് ദിവസവും കേട്ടുകൊണ്ടിരുന്ന ആളാരാ? അയാളുടെ പേരാണ് അബൂലഹബ്. ഹബീബായ നബി തങ്ങളുടെ തൊട്ടയൽപക്കക്കാരനാണ്. അയ്യുലില്ലു ബിഹി കസീറൻ വയഹ്ദീ ബിഹി കസീറാ. ഈ ഖുർആനിൽ ചിലർക്ക് സന്മാർഗമുണ്ട്, ചിലർ അതിലൂടെ വഴിപടച്ചു പോവുകയും ചെയ്യും. ഹബീബായ നബി തങ്ങൾ ഈ ആയത്ത് മുഴുവനും ഓതുമ്പോ രാപ്പകലില്ലാതെ ചെവിയിൽ കേട്ട ആളാണ് അബൂലഹബ്. പക്ഷേ അബൂലഹബ് ആരാ എന്നറിയോ? ഇത്രമേൽ ഹബീബായ നബി തങ്ങൾ നേരിട്ട് ഓതി കൊടുത്തിട്ടും ജിബ്രീലിനെ കണ്ട് പറഞ്ഞോതി കൊടുത്തിട്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതി കൊടുക്കുന്നു. അതേ ഹബീബ് ആ സമയത്ത് തന്നെ ഓതി കൊടുക്കുമ്പോ നേരിട്ട് മുഖതാവിൽ കേട്ടിട്ടും അബൂലഹബിന് അതുകൊണ്ടൊരു മാറ്റം ഉണ്ടായില്ലല്ലോ. അയാളുടെ ചെവിയിലൂടെ അത് കേട്ടുപോയി. പക്ഷേ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അബൂലഹബിന്റെ ചെവി കൊണ്ടത് കേൾക്കാതിരുന്നപ്പോൾ ഖുർആൻ അയാൾക്ക് കൊടുത്ത ഏറ്റവും വലിയ വാക്ക് ഏതെന്നറിയുമോ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് وامرأته حمالة الحطب في جيدها حبل من مسد. അബൂലഹബിന്റെ ഇരു കൈകൾ നശിച്ചു പോകട്ടെ. വംറഅതുഹു, അവന്റെ ഭാര്യയായ ഉമ്മു ജമീലയെ നശിച്ചു പോകട്ടെ. അവന്റെ കുടുംബം മുഴുവനും തകർന്നു പോകട്ടെ എന്ന് ഖുർആൻ ശപിച്ച ആളാണ് അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ഹബീബായ നബി തങ്ങളുടെ കൊച്ചാപ്പയും കൂടിയാണ്, കുടുംബക്കാരനും കൂടിയാണ്. പക്ഷേ അബൂലഹബ് കേട്ടതുപോലെ ഖുർആൻ ലോകത്തിനാൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ടാ മനുഷ്യന്മാരെ? അബൂലഹബ് ഖുർആൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു കൊടുക്കുന്നു, നബിതങ്ങൾ അപ്പൊ തന്നെ ഓതി കൊടുക്കുന്നു. പക്ഷെ അബൂലഹബ് രാപകലില്ലാതെ ഈ ഖുർആൻ കേട്ടിട്ടുണ്ട്. അബൂലഹബിനോട് പറഞ്ഞു, നീയും നിന്റെ ഭാര്യ വംറഅതുഹു, നീ നിന്റെ ഭാര്യയും. ആയത്തിറങ്ങാനൊരു സബബ് നുസൂലുണ്ട്, അത് നമുക്ക് പിന്നീട് എപ്പോഴേലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പോവില്ല, നശിച്ചു പോവും. അവൻ കേട്ടോ നശിച്ചു പോയി. ഈ നമ്മളിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഈ കേൾപ്പിച്ചിട്ട് ഓദിച്ചിട്ട് നമ്മൾ നശിച്ചു പോകരുത്. അതുകൊണ്ട് നമുക്ക് നാശമുണ്ടാവരുത്. അബൂലഹബ് നശിച്ചുപോയി. യഥാർത്ഥത്തിൽ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമായി ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് എന്ന് ഇന്നും ആളുകൾ പറയുന്നുണ്ട്. ഇല്ലേ? ഇന്ന് ആളുകൾ പറയണില്ലേ? പറയുന്ന ആളുകളില്ലേ? മുഹമ്മദ് സ്വയമായിട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്ന ആളുകളില്ലേ? യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയമായിട്ടുണ്ടാക്കിയതാണ് എന്ന് തെളിയിക്കാൻ ഏറ്റവും എളുപ്പം അബൂലഹബിനാണ്. ഏറ്റവും എളുപ്പം ആർക്കാ? അബൂലഹബിനാണ്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, അബൂലഹബും അവന്റെ ഭാര്യയും നരകത്തിലാണ്. അബൂലഹബ് അവന്റെ ഭാര്യയും നരകത്തിലാണ്. ഈ ആയത്ത് അബൂലഹബും ഭാര്യ ഉമ്മു ജമീലയും ജീവിച്ചിരിക്കുന്ന സമയത്തിറങ്ങിയ ആയത്താണ്. എന്നാല് ഞങ്ങൾ അങ്ങനെ നരകത്തിൽ പോലെ ഖുർആൻ പ്രവചിച്ച കാര്യമല്ലേ ഞങ്ങൾ നരകത്തിൽ പോകുമെന്ന്. എന്നാൽ ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കാൻ അബൂലഹബും ഉമ്മു ജമീലയും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായാൽ മതി, ഖുർആന്റെ കാര്യം തീർന്നു. പിന്നെ വേറൊരു അപ്പീലില്ല. അബൂലഹബും ഭാര്യയും കൂടെ വന്നിട്ട് ഞങ്ങൾ എന്നാ നരകത്തിൽ പോവില്ല,
ഈ ഖുർആൻ പ്രവചനം തെറ്റാണ് എന്ന് പറയാൻ ഏറ്റവും എളുപ്പം അബൂലഹബിനായിരുന്നു. അബൂലഹബും ഭാര്യയും കൂടെ വന്നിട്ട് ഒരു കളിക്കെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മള് കളി അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടുപേരും സ്വർഗ്ഗത്തിലല്ലേ, നരകത്തിൽ പോവില്ലല്ലോ. ഖുർആൻ പ്രവചിച്ച തെറ്റായില്ലേ, അവിടെ തീരുമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ബുദ്ധി, അത് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയും കിട്ടിയില്ല. ഇനിയിപ്പോ വെറുതെ തമാശയ്ക്ക് വേണ്ടി അബൂലഹബ് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ രവിചന്ദ്രനൊന്നും ഇത്രയും കണ്ട് കഷ്ടപ്പെടണ്ടായിരുന്നു, ആരിഫ് ഹുസൈനൊന്നും അന്ന് അയാൾ പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞില്ല. ഇനിയൊരു തമാശക്കെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. തമാശയ്ക്ക് നമ്മൾ പറയില്ലോ കള്ളസത്യം ചെയ്യണ വരി. നമ്മുടെ ഈ മലപ്പുറം ജില്ലയില് സത്യം ചെയ്യണ പള്ളിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു മക്കബറ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് സത്യം ചെയ്യിക്കും. അപ്പോ ഒരുത്തം മോഷ്ടിച്ച് അവൻ സമ്മതിച്ചില്ല, അവനാ മോഷ്ടിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അവസാനം ഈ സത്യം ചെയ്യണ പള്ളി വന്ന് സത്യം പറഞ്ഞു. ഇവൻ അള്ളാണ് 30 മുസാബാണ്, ഈ പള്ളിയാണ് സത്യം, ഞാനല്ല മോഷ്ടിച്ചെന്നു. അവൻ കൂളായിട്ട് പറഞ്ഞു അള്ളാണ് 30 മുസാബാണ്, ഈ പള്ളിയാണ് സത്യം, സത്യം ചെയ്യണ പള്ളിയാണ് സത്യം, ഞാനല്ല മോഷ്ടിച്ചത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ ഇവന് മോട്ടിച്ച സ്വർണം കൊണ്ട് വിറ്റ തട്ടാനുണ്ട്. അയാൾക്കറിയാം ഇത് മോട്ടിച്ചാണ്. തട്ടാൻ ചോദിച്ചോടാ പഹയാ നിന്നെ സമ്മതിച്ച് കിടന്നിട്ടാ, എനിക്കൊക്കെ അവിടെ ചെന്ന് കള്ളം പറയാൻ കൈ പറയ്ക്കും. നീ എത്ര സമർത്ഥമായിട്ടാണ് ആ സത്യം ചെയ്ത് കള്ളം പറഞ്ഞത്? അവൻ പറഞ്ഞ അതല്ലേ ഗുട്ടൻസ്, ഇവിടെ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ മക്ബറെ പോയിട്ട് ഞാൻ സത്യം ചെയ്തു, അള്ളാണ് ഞാനാണ് കട്ടത്, നാളെ ഞാൻ പറയാൻ പോണ കള്ളമാണ്. നാളെ ഞാൻ ഇവിടെ സത്യം ചെയ്യാൻ ആളുകൾ എന്നെ കൊണ്ടുവരും, അള്ളാണ് 30 മുസാബാണ്, നിങ്ങളാണ് തന്നെ ഈ പള്ളിയാണ് സത്യം, നാളെ ഞാൻ പറയാൻ പോണത് കള്ളമാണെന്ന് ഞാൻ ഇന്നലെ സത്യം ചെയ്തിട്ടാ വന്നത്. അപ്പൊ എന്നതുപോലെ ഒരാൾക്കൊരു ഒരു തമാശയ്ക്ക് പോലും അബൂലഹബ് പറഞ്ഞാൽ ഇതാണ് ഖുർആൻ. ഈ ഖുർആനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സാധാരണ ഗ്രന്ഥമല്ല. സാധാരണ ഗ്രന്ഥത്തിനപ്പുറം അതിനപ്പുറത്തേക്ക് പോയൊരു ഗ്രന്ഥമാണിത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ അബൂലഹബിന് പറഞ്ഞാൽ മതി, പക്ഷേ അബൂലഹബിന് അത് പറയാൻ കഴിഞ്ഞില്ല. സഹോദര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽപക്കക്കാരനായ കൊച്ചാപ്പയായ അബൂലഹബ് ഖുർആൻ സ്ഥിരമായി കേട്ടിട്ട് പോലും അവസാനം അയാൾ നരകത്തിലേക്കാണ് പോയതെങ്കിൽ ഈ ഹിഫ്ദുൽ ഖുർആൻ നടത്തിയത് കൊണ്ടോ അത് നമ്മൾ കേട്ടത് കൊണ്ടോ നമ്മൾ രക്ഷപ്പെടണമെന്നില്ല. ആ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനവും ഖുർആനിനോടുള്ള നമ്മുടെ വിശ്വാസവും മാറേണ്ടതുണ്ട്. എന്നാൽ ആ അബൂലഹബ് നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയാണ്, കഅബാലയത്തിലെ പൂജാരിയാണ് അബൂലഹബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനുമാ ഹാഷിം ഗോത്രത്തിൽ കിടന്ന ഉന്ന കുലയാതനായ അവിടത്തെ ഏറ്റവും വലിയ തറവാട്ടിൽ പിറന്ന ആളാണ് അബൂലഹബ്. ആ അബൂലഹബ് ഖുർആൻ കൊണ്ട് നശിച്ചു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ വിശുദ്ധമായ ഇസ്ലാമിലെ തറവാടോ കുലമോ ഗോത്രമോ പരിഗണനയില്ലല്ലോ. ഒരാൾ വിശ്വാസിയാണെങ്കിൽ അവൻ ഏതവനാണെങ്കിലും അവന്റെ തഖ്വയനുസരിച്ചിട്ടാണ് അവന്റെ പടച്ചവന്റെ മുമ്പിൽ സ്ഥാനമുള്ളത്. ഞാൻ ആ കുടുംബക്കാരനാണ്, ഞാൻ ഈ തറവാടുകാരനാണ്. ഇല്ല 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 ഇല്ല, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയാർക്കാണ് അവനാണ് സ്ഥാനമുള്ളത്. എത്രയോ ദൂരം വഴി മാറി നിൽക്കുമോ, റൂമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രമവനത്ര ചാരത്തണഞ്ഞീടാം, ഒട്ടും പേടിക്കണ്ട നമ്പുരാരെ. അയിത്തം കൽപ്പിച്ച് 6 അടി അകലത്ത് നിൽക്കുന്നൊരു ശൂദ്രനായ മനുഷ്യന് അയാൾ ഓടി വന്ന് ശഹാദത്ത് കലിമ പറഞ്ഞ് തൊപ്പിയണിഞ്ഞാൽ അവന് പള്ളിയിൽ മിമ്പറിന്റെ തൊട്ടടുത്ത് 1-ാം സ്തരയിലാണ് സ്ഥാനമെന്ന് മലയാളത്തിന്റെ മഹാകവി പറഞ്ഞു വെക്കുമ്പോ, സഹോദരാ സഹോദരി, അബൂലഹബിനത് പ്രയോജനം ചെയ്തില്ല, വഴിപിടച്ചെന്ന് മാത്രമല്ല, പക്ഷേ അത് പ്രയോജനം ചെയ്തതാർക്കാ? ആ കഅബാലയത്തിന്റെ മറുഭാഗത്ത് ചെറിയ കുടിലുണ്ട്. വലിയ കുടുംബക്കാരന്റെ അല്ല, വലിയ മേൽവിലാസമുള്ള ആളല്ല. ആ കുടിലിന്റെ ഉള്ളിൽ ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ദിവസം നട്ടുച്ച നേരത്ത് ആ കൊച്ചുകുടിലോട്ട് ലക്ഷ്യമാക്കി ഒരാൾ നടന്നു വരുന്നുണ്ട്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുടിലിന്റെ മുമ്പിൽ വന്ന് വാതിലിൽ മുട്ടി. അതാരുടെ കുടിലെന്നറിയോ? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കുടിലാണത്. ആരാ ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പരിചയപ്പെടുത്തി തരട്ടെ. വഅഖറഉഹും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ ആയിരക്കണക്കിന് സഹാബത്തുകളിൽ ഏറ്റവും മനോഹരമായ സ്വരമാധുര്യത്തോടെ ഖിറാഅത്തുള്ള, ഏറ്റവും മനോഹരമായി ഖുർആൻ ഓതുന്ന സഹാബിയാണ് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിൽ ഏറ്റവും മനോഹരമായ ഖിറാഅത്ത്. ചില ഹാഫിളീങ്ങൾ വല്ലാത്ത മനോഹരമായ ഖിറാഅത്തല്ലേ. ഹറമിലെ ഇമാം അബ്ദുറഹ്മാൻ സുദൈസിയെ പോലെ, ഇദ്രീസ് ബക്കറിനെ പോലെ, അബുദാബി ഗ്രാൻഡ് മസ്ജിദിലെ ഇമാം ഷെയ്ഖ് ഇദ്രീസ് ബക്കർ തവ്വലല്ലാഹു ഉംറ, അവരെ പോലെ മനോഹരമായ ഖിറാഅത്ത് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന, സ്വരരാഗസുധ പോലെ തുളച്ചു കയറുന്ന മനോഹരമായ ഖിറാഅത്തുള്ള ആളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ മദീനയിലെ വലിയ മേൽവിലാസമില്ലാത്ത, തറവാടില്ലാത്ത കൊച്ചു കുടിലേക്ക് ഒരു നട്ടുച്ച നേരത്തല്ലാണ്ട് റസൂൽ വന്നിട്ട് വിളിക്കുന്നു, ഉബയ്യേ വാതിൽ തുറക്കുബയ്യേ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു. ഇതാരാണ് എന്റെ വീടിന്റെ മുമ്പിൽ? ആരാണ് എന്റെ ഇന്ന് അതിഥിയായി വന്നത്? ആങ്കോ തെരി ബാബേ ഹറം, ഖുശ്ബൂ തെരി ബാബേ ഹറം. ഹറമിന്റെ വാതായനങ്ങൾക്ക് സുഗന്ധം പൂശിയ തിരുദേഹമാരോ, ആ തിരുസുഗന്ധമാണ് ഇന്നെന്റെ ഈത്തപ്പന കുടിലിന്റെ വ്യാതിലിന് മധുരം നൽകാൻ വന്നത്. ഹബീബായ നബി തങ്ങളെ തന്റെ കൊച്ചു വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി. ഉബയ്യ് ഇബ്നു കഅബ് ചോദിച്ചു, എന്തേ നബിയേ? ഉബയ്യേ, ഞാൻ മദീന മസ്ജിദിലിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് വന്ന് സൂറത്തുൽ ബയ്യിന പാരായണം ചെയ്തു തന്നു. എന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബിന് സൂറത്തുൽ ബയ്യിന പാരായണം ചെയ്തു കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഓർഡർ ഇട്ടതായി എന്നോട് അറിയിച്ചു. ഉബയ്യേ, അതുകൊണ്ട് ഞാൻ സൂറത്തുൽ ബയ്യിന നിനക്ക് ഓതി തരാൻ വന്നതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ, നബിയേ, മദീനത്തെ പള്ളിയിൽ അങ്ങിരിക്കുന്ന നേരത്ത് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരികയോ, ഈ ഉബയ്യിന്, പാവപ്പെട്ട ഉബയ്യിന്, ഈ കുടിലിൽ കിടക്കുന്ന ഉബയ്യിന് ഖുർആൻ ഓതി കൊടുക്കാൻ അള്ളാഹു ഓർഡർ ഇടുകയോ? അതേ എന്ന് പറഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുമ്പിലിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫഖീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറാ ഫീഹാ കുതുബുൻ ഖയ്യിമാ. ലോകത്തിലെ ഏറ്റവും മനോഹരമായി ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഖുർആൻ കേട്ട ഹബീബായ നബി തങ്ങളുടെ നാവിൽ നിന്ന് റിസാലത്തിന്റെ പൊൻചമ്പക പൂത്തിരങ്ങളിൽ നിന്ന് ഒരു സ്വരരാഗ സുധ പോലെ ഖുർആൻ ഇങ്ങനെ ആഴ്ന്നിറങ്ങി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഏറ്റവും മനോഹരമായി ഖുർആൻ ഓതുന്ന ഉബയ്യ് റളിയല്ലാഹു അൻഹു കേട്ടിരുന്നു. അവസാന സൂറത്തുൽ ബയ്യിന അവസാനിച്ചപ്പോ കവിൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അസമ്മാനി റബ്ബി ഫിസ്സമാ, അസമ്മാനി റബ്ബി ഫിസ്സമാ. ആകാശലോകത്ത് വെച്ച് അള്ളാഹു എന്റെ പേര് പറഞ്ഞോ നബിയേ. ആകാശലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മദീനയിലെ പാവപ്പെട്ട കുടിൽ കിടക്കുന്ന ഉബയ്യ് ഇബ്നു കഅബിന്റെ പേര് പറഞ്ഞോ.
അതേ ഉബയ്യേ, നിന്റെ പേര് പറഞ്ഞിട്ടാണ് നിന്നോടോതാൻ പറഞ്ഞത്. സഹോദര സഹോദരി, ഒരാൾ ഖുർആൻ മനഃപ്പാടമാക്കിയാൽ അവൻ ആ ഖുർആൻ അതിന്റെ നിയമങ്ങളോടെ ഓതാൻ പഠിച്ചാൽ അവന്റെ പേര് വിളിക്കപ്പെടുന്നത് കാനൂർ പള്ളിയിലെ ഈ സദസ്സിലല്ല, ഹാഫിൽ അല്ലമീന്റെയും ഹാഫിൽ റാഷിദിന്റെയും രണ്ടുപേരുടെയും പേര് ഇവിടെ വിളിക്കപ്പെട്ടതുപോലെ തന്റെ മകൻ ഹാഫിളാവുന്നത് കേൾക്കാൻ ആ തൂണിന്റെ അടുക്കലേക്ക് ഓടി വന്ന ഉമ്മ ഇതിനേക്കാൾ മനോഹരമായൊരു വിളിച്ചുകൂട്ടലുണ്ട്. ഹാഫിളിന്റെ മാതാപിതാക്കള് മുമ്പിലേക്ക് വരണേ, അവര് മുമ്പിലോട്ട് എഴുന്നേറ്റ് നിൽക്കണേ. ഇസ്മുഹു തൂബ, നാളെ സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, അതിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ചുവട്ടിലെ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളെ ഒരുമിച്ചിരുത്തും. എന്നിട്ട് അവരുടെ പേരുകൾ ആകാശലോകത്തും മലക്കുകൾ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്സാരമല്ല, നിസ്സാരമല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറിപ്പോയാൽ നേതാവ് പറയുന്നിടത്തും ചൂണ്ടിക്കാണിക്കുന്നിടത്തും പിച്ചാത്തിപ്പിടി കുത്തിയിറക്കി അടുത്ത ബെഞ്ചിലിരുന്ന് പഠിച്ചവന്റെ പൊക്കിൽ കൊടിയിലേക്ക് കത്തിമുന കുത്തിയിറക്കി അവന്റെ കുടൽമാല കൊണ്ട് അക്ഷരങ്ങൾ എഴുതുന്ന ആധുനിക ലോകമേ, രക്തസാക്ഷി എന്ന പേരിൽ, ബലിദാനി എന്ന പേരിൽ നിന്റെ പേര് നാട്ടിലെ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിലുണ്ടാവാം. അതിലെ കാക്കയും കടുകനും കാട്ടിച്ചേക്കാം. പക്ഷേ ഈ ആകാശലോകത്തിന്റെ ഫാത്തിരി സമാവാത്തി വല്ലർള്, ആകാശഭൂമികളുടെ ഉടമസ്ഥന്റെ ലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പേര് പറയുന്നതിനേക്കാൾ എത്ര വലിയ ബഹുമതിയാണ് നിനക്ക് കിട്ടാനുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഒരെണ്ണം അങ്ങനെ ആയി കിട്ടിയാൽ, ഒരെണ്ണം ആയി കിട്ടിയാൽ ഈ വഴിപടച്ചു പോകുന്ന ലോകത്ത് എന്തായാലും അതിലേക്ക് പോവില്ല എന്നെങ്കിലും കരുതിക്കൂടെ? ഞാനിപ്പോ എന്റെ സ്ഥാപനത്തിലെ ഹംദാൻ ഫൗണ്ടേഷനിൽ കരാളി കോണത്ത് എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച അസർനേശ്വര ദുആ മജ്‌ലിസ് ഉണ്ട്. 100 കണക്കിന് ആളുകൾ ഇന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന്, മഞ്ചേരിയിൽ നിന്നൊക്കെ ക്യാൻസർ വന്നവര്, മക്കളില്ലാത്തവരൊക്കെ അവിടെ വരും. ഒരു 6666 നേർച്ചയുണ്ട് അവിടെ. ധാരാളം ആളുകൾ. ഇന്നിപ്പോ വന്ന ഒരു ഫാമിലി 20 വർഷമായിട്ട് മക്കളില്ല. വലിയ സന്തോഷത്തോടെയാണ് വന്നത്. അപ്പൊ അതിലൊരു ഉമ്മ ഇന്ന്, അപ്പോ ഞാൻ അവിടെ ഉണ്ടാവും, ഓരോരുത്തർ വന്ന് കണ്ട് ദുആ വസിയത്തൊക്കെ പറയുമ്പോൾ ഒരു ഉമ്മ ഇന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്നെ മോന് വേണ്ടി ദുആ ചെയ്യണം, അവൻ കള്ളു കുടിച്ചു വന്നിട്ട് എന്നെ ഭയങ്കര മർദ്ദനാണ്. ഉമ്മാക്ക് 74 വയസ്സുണ്ട്. അവര് യാത്ര ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു ഓട്ടോ വിളിച്ചാണ് വന്നത്. 74 വയസ്സുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞാണ് ഇന്ന് അസറിന് മുമ്പ് അസ്മാഉൽ ഹുസ്ന ഓതി, 100 ഖത്മുൽ ഖുർആൻ ഓതി. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാന വ്യാഴാഴ്ചയുണ്ട്. 300ഓളം ഹാഫിളീങ്ങളുണ്ട്. അവരുടെ മജ്‌ലിസിലുള്ള ഒരു വലിയ ദുആ, 100 കണക്കിന് ആളുകൾ എല്ലാ മാസം അവസാന ആഴ്ച അന്ന് ഞാൻ അവിടെ ഉണ്ടാവും. ആ ഉമ്മ പറയണ കേട്ടിട്ട് ദുആയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ മനസ്സിൽ നിന്ന് അത് മാറണില്ല. 74 വയസ്സുള്ള ഒരു ഉമ്മ മദ്യപിച്ച് വന്നിട്ട് എൻ്റെ കുട്ടി എന്നെ ഉപദ്രവിക്കും ഉസ്താദേ, എന്നിട്ട് ആ ഉമ്മ പറഞ്ഞത് അവൻ നശിക്കട്ടെ എന്നല്ല, അവന് നന്നായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഉമ്മാന്റെ മനസ്സെങ്ങനെയാണല്ലോ, അവനൊന്ന് നന്നായി കിട്ടണം. എന്തൊക്കെയാണ് എൻ്റെ സഹോദരങ്ങളെ കേൾക്കുന്നത്? ഒരു മയക്കുമരുന്ന് വിതരണക്കാരൻ മാനസാന്തരം ഈ സമയത്ത് അവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ അടുക്കല് മയക്കുമരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് സ്ത്രീകളാണ് കൂടുതലും. ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചു വന്ന് വാങ്ങിച്ചിട്ടുണ്ട്.
ഡോക്ടർമാരായ ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വലിയ വാഹനത്തിലാണ് എന്നെ തേടി വരിക. എന്തിന്? ഇതൊന്ന് തൊട്ടുപോയാൽ പിന്നെ അതിന് അഡിക്റ്റാണ്. അതിങ്ങനെ വല്ലാതെ എന്തിലേക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയീൻ. ഇങ്ങനെ ഈ മക്കളെല്ലാവരും വഴിപഴച്ചു പോകുമ്പോ എല്ലാരും ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ കുട്ടികൾ, ഇത്രയേറെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമയാകുന്നത് എന്തുകൊണ്ടാ? ഇത്രയേറെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമയാകുന്നത് എന്തുകൊണ്ടാ? പല കാരണങ്ങളെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് തിരിച്ചൊരു ചോദ്യമാണ്. ഇത്രയേറെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമയാവാത്തത് എന്തുകൊണ്ടാണ്? ഒരു നാട്ടിൽ 200 ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ അതിന്റെ അഡിക്റ്റ് ഉണ്ടാവും. 200 ഉണ്ടാവൂല. കേസിന് പിടിക്കുന്നൊക്കെ അവരെയാവും. എന്നാൽ ഒരു 50 എണ്ണം ആയെന്ന് വെച്ചോ, ബാക്കി 150 എണ്ണം ആകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതവർക്ക് കിട്ടുന്ന ശക്തമായ മതബോധത്തിന്റെ, ശക്തമായ ഈമാനിന്റെ, ശക്തമായ ധാർമ്മികതയുടെ കാരണം കൊണ്ട് മാത്രമാണ്. ഞാനൊരു ഖുർആൻ ഹാഫിളാൻ. അതിന് വിരുദ്ധമായി ചിലപ്പോൾ ലോകത്ത് ആരേലും അപൂർവമായി ഇതിനെ ഉള്ളതായി ചിന്തിക്കാൻ പറ്റില്ലെന്നാണ് നെഹ്വിന്റെ നിയമം. അന്നാദിറു കൽ മഅ്ദൂം. ആ ഒരു ബോധത്തെ നമുക്ക് കൊടുക്കാൻ കഴിയണ്ടേ? ആ ഒരു നന്മ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ പഠിപ്പിച്ചു കൊടുക്ക? എന്താണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ എന്താണ്? അത് വെറുതെ മരിച്ചെടുത്തോതാൻ മാത്രമുള്ളതല്ല ഖുർആൻ. നിങ്ങൾ വിചാരിച്ചത് ഈ ഖുർആൻ മരിച്ചെടുത്തോതാനുള്ളതാണ്? അല്ല. ലിയുൻദിറ മൻ കാന ഹയ്യാ. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് മാലക്കും ലാ തന്തിക്കും, നിങ്ങൾ ഒരു അനക്കവും ഇല്ലാതെ എങ്ങനെ ഇരിക്കണമെന്നാണ്. ഇത് ആർക്ക് മുന്നറിയിപ്പാണ്? ആർക്കാ മുന്നറിയിപ്പ്? ജീവിച്ചിരിക്കുന്നവനാണ് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്, മരിച്ചതിന് ശേഷം ഓതാനല്ല. ഇനി അഥവാ മരിച്ചതിന് ശേഷം ഓതിയാൽ അവനോട് പറയുന്നത് എന്താണ് സഹോദരിമാരെ പറയാ? നമ്മൾ യാസീൻ ഓതാറുണ്ടല്ലോ. മരിച്ചവരുടെ മുമ്പിൽ നമ്മൾ യാസീൻ ഓതൂല്ലേ? ഒരു പോക്കമാണ് നമ്മുടെ യാസീൻ. നമ്മുടെ യാസീൻ ഓതല് മത്തങ്ങാടെ വള്ളി മാതിരിയാ. മത്തങ്ങാടെ വള്ളി മുളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂമ്പ് വരണ വീണ്ടും അതിന്റെ ചോട്ടിലാണ്. നമ്മൾ ഒരു മുബീൻ ഓതി ഓതി വീണ്ടും ആ മുബീനിൽ തന്നെ വരും. ഇൻകാനത്തില്ല സൈഹത്തം വാഹിദത്തൻ വൈദാഹും ഹാമിദൂൻ. അതാണ് വൈദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. നമുക്കിപ്പോഴും മത്തങ്ങയുടെ വള്ളിമാതിരി ഇതിങ്ങനെ മുളച്ചെടുത്ത് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി വരും. ഒരു മരണ വീട്ടിലൊക്കെ യാസീൻ ഓതിയ 7 സൈസായിരിക്കും ഓതിപ്പോണത്. നിങ്ങൾ ഈ ഖുർആൻ ഇപ്പൊ എത്ര മണിക്കാ സനതുണ്ടല്ലേ? എത്ര മണിക്കാ? 10 മണിയല്ലേ? ടൈം പറയും. 10 മണിക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം വിഷയം തീർന്നില്ലെങ്കിൽ നമ്മൾ 10 മണിക്ക് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പണ്ടാര പറഞ്ഞ പോലെ മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസറിന് പള്ളി നടക്കും എന്ന് പറഞ്ഞാൽ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, അടക്കം അസറിന് എന്ത് ചെയ്യും? ഇതിലിപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്തൊരു മരണം നടന്നു. അദ്ദേഹം മരിച്ചു എന്ന് പള്ളി വിളിച്ചും പറഞ്ഞു അടക്കുമെന്ന് നോട്ടീസ് വിട്ടു അസറിന്. പിന്നെ ഇച്ചു കഴിയുമ്പോൾ വിളിച്ചു പറയണു ചെറിയ അനക്കം ഉണ്ടെന്നു മയ്യത്തിന്. പാവ രോഗിയാണ്, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അനക്കം ഉണ്ടെന്നു. യഥാർത്ഥത്തില് ഈ യാസീൻ എന്താന്ന് പോലും നമുക്കറിയില്ല. അറിയോ? ഒരാള് മരിച്ച് കണ്ണ് കൂമ്പി അടഞ്ഞ് ഇല്ല ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് മോർച്ചറിയില്. അപ്പോഴാണ് അടുത്തു പോയിരുന്നിട്ട് മുഹദ്ദിസായി പോകുന്നത് വസ്സമസ് തജ്രീരി മുസ്തഖരില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ദക്കൽ ഉർജൂനിൽ ഖദീം ലശംസ് യംബഗി ലഹാ തുദ്രികൽ ഖമറു വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ.
മരിച്ചു കിടക്കണവരെ ജോഗ്രഫിയും കെമിസ്ട്രിയും ആസ്ട്രോണമി ഒന്നിച്ചു പഠിപ്പിക്കുകയാണ്. ആളുകൾ പരിഹസിക്കണം, അങ്ങനെ എന്റെ വാക്കല്ല. മരിച്ചിട്ട് അനങ്ങാൻ കഴിയാതെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഭാര്യ അടുത്തിരുന്ന് കരയുന്നുണ്ട് മരിച്ചവനെ ഓർത്ത്. വീട്ടിലെ മെത്തയും വിട്ടുപിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. അടുത്ത പള്ളിക്കാട്ടിലെ കല്ലുമുകളിലോട്ട് വീടാൻ അനങ്ങാടെ കണ്ണടച്ച് കിടക്കുന്നവനോട്, ഒരൽപ്പനേരം കഴിഞ്ഞാൽ പുഴുവരിക്കുന്നവനോട് ഓതുന്ന രണ്ടാവശംസുത്തതിരീല് മുസ്തഖരിൽ ഈ സൂര്യൻ അതിന്റെ നിർണിതമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ചന്ദ്രഗോളത്തിന് നിശ്ചിതമായ ഒരു മടക്ക സ്ഥാനത്ത് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രിയും പകലും മാറി മാറി വരുന്നുണ്ട്. എല്ലാ ഗോളങ്ങളും ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ജോഗ്രഫി പഠിപ്പിക്കുകയാണോ? അല്ല സഹോദര, അല്ല. മരിച്ചു കിടക്കുന്നവനോട് കണ്ണടച്ചിട്ട് പരലോകത്തോട്ട് യാത്ര തിരിക്രികളെയും പകലിനെയും മാറ്റിമറിച്ച, ഇതേവരെ സൂര്യനെയും ചന്ദ്രനെയും കൂട്ടിമുട്ടാതെ സംവിധാനിച്ച റബ്ബില്ലേ, ആ അല്ലാഹുവിന് നാളെ പരലോകത്തൊരു നരകം സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് നീ കരുതിയോടാ തമ്മാടി. ആദി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ. ഈ സൂര്യനെ സൃഷ്ടിച്ച റബ്ബ്, ഈ ഖമറിനെ സൃഷ്ടിച്ച റബ്ബ്, ഈ രാപ്പകലുകളുടെ വ്യതിയാനത്തെ സൃഷ്ടിച്ച റബ്ബ് ഇതിനേക്കാൾ വലിയൊരു നരകലോകത്ത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടടാ. എടാ തെമ്മാടി, എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ അഹങ്കാരത്തോടെ നടന്ന തെമ്മാടി. ഇബ്ലീസിനു വഴി നടന്നിട്ട് ഇങ്ങനെ നീ നടക്കരുതെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ്. അത് കേൾക്കാതെ നീ മരിച്ചു പോകുമ്പോ ഇതിനെല്ലാം സൃഷ്ടിച്ച റബ്ബിനൊരു നരക സ്വർഗത്തെ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നീ കരുതുന്നുണ്ടോ മണ്ട എന്നാണ് ചോദ്യം. അല്ലാതെ അവിടെ കെമിസ്ട്രി ജോഗ്രഫി അല്ല. ഖുർആന്റെ ചോദ്യം പ്രസക്തമാണ്. എടാ, ഇനി ഇതുപോലൊരു നരകം ഇല്ലെന്ന് നീ കരുതിയ, സ്വർഗമില്ലെന്ന് നീ കരുതിയോടെ ഈ പെണ്ണെ എന്ന ചോദ്യമാണ് അവിടെ. ഇതാണ് ഖുർആൻ. ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വളരെ ശാസ്ത്രീയമാണ് ഖുർആൻ. അതിപ്പോ ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ദഹിക്കൂല, പറയാനോട്ട് എനിക്ക് വിവരവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടോ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടോ അല്ല. എനിക്കത് പറയാനുള്ള അറിവില്ലാത്തതുകൊണ്ട് എന്റെ ശാസ്ത്രത്തിലോട്ട് ഞാൻ കടന്നു പോണില്ല. ഇപ്പൊ മിറാജ് കഴിഞ്ഞു, റജബ് 27 കഴിഞ്ഞു ഇല്ലേ? നോമ്പൊക്കെ പിടിച്ചില്ല എല്ലാരും? നോമ്പൊക്കെ പിടിച്ചില്ലേ? ഇങ്ങനെ കാണി അര നോമ്പാ ഉള്ള നോമ്പൊക്കെ പിടിച്ചില്ല മനുഷ്യന്മാരെ. മിറാജിന് പോയില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നമുക്ക് വഅദ് പറഞ്ഞ് ഇൻഷാല്ലാഹ് സനദ് കൊടുക്കും. ഈ ഖുർആൻ എന്താ ഇത് കോഴി അറുക്കാനുള്ള ഗ്രന്ഥമല്ല. അവൻ ആഫുലായി. ഇനിയിപ്പോ നാളെ മുതൽ കോഴി അറുക്കാൻ വേണ്ടി വന്ന ആഫുൽ അല്ല മീൻ എന്തേന്ന് വിളിക്കാം. അല്ലെങ്കിൽ ആ ഹാഫിള് റാഷിദല്ലേ, ആ കുട്ടി കോഴി ഇറക്കാൻ പഠിച്ചു എന്നാരും കരുതണ്ട. നമ്മുടെയൊക്കെ ചിന്തയല്ല. ഓ ഹാഫിളായി, മുലിയാരായി, സനതൊക്കെ മേടിച്ചു. ആ മാഷാ അല്ലാഹ്, മഹല്ലി കോഴി ഇറക്കാൻ ഒരാളായി. നമ്മുടെ ചിന്ത ഇപ്പോഴും അവസ്ഥ വിചരിച്ച ഒത്തിരി പോവും. അവൻ സനത് വാങ്ങിച്ച് ഒരാലിമ സനത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാല് അതുപോലെ ഒരു എഞ്ചിനീയറിംഗിന് പഠിക്ക ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടുണ്ടാവില്ല. അമ്മൻ ഖലഖ സമാവാതി വൽ തഫ്സീറിൽ എന്താ? ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? ജോഗ്രഫി. വജഅലലക്കും അമ്മൻ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? അസ്ട്രോണമി. വജഅലലക്കും അൽ അർള ഖറാറ, ഭൂമിയെ വിരിച്ചതാരാ? ജോഗ്രഫി. മക്കാനലക്കും മൻ തുംബിതു ഷൈ, വൃക്ഷങ്ങളെ മുളപ്പിച്ചതാരാ? ബയോളജി. ഒരൊറ്റ ആയത്തിന്റെ തഫ്സീർ പഠിക്കാൻ കെമിസ്ട്രിയും ബയോളജിയും ആസ്ട്രോണമിയും ജോഗ്രഫിയും ഫുള്ളും പഠിച്ചിട്ടുണ്ടാവും. തശ്രീഹുൽ അഫ്ലാഖ് പഠിച്ച ഒരാൾക്ക് ആസ്ട്രോണമി എന്താ? സുഹുലുൻ ശരി ബിരീഹു മിൻ ശംസിഹി തസാഹറത്തിൽ യുതാരിദിൽ അക്മാറു. ഒരു ഓമയ്ക്കാടെ തണ്ട് വെച്ചിട്ട് ആകാശത്തോട്ട് ബൈനോക്കുലർ പോലെ നോക്കാത്ത കാലത്താണ് ഇമാം റാസി ക്ഷീരപദങ്ങളെ കുറിച്ച് പറയണത്.
പഠിക്കും മനുഷ്യന്മാര് ഒക്കെ മനസ്സിലാവണുണ്ടോ? ഇംഗ്ലീഷില് ഗ്രാമർ പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ടാ? പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് ടെൻസ്. മാത്സ് പഠിക്കാൻ എന്ത് പാടാ? A+B. ഈ പണ്ടാരമുള്ളതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് വെച്ച് നിർത്തിയത്. A+B the whole square equal to A square plus B square plus 2AB. പിന്നെ അങ്ങോട്ടേ പോയിട്ടില്ല. ഇതില്ല. ഇതെന്തോന്ന് കൊണ്ടാരായത്? ഇന്നേ വരെ എനിക്ക് കല്യാണം കഴിച്ച 3 മക്കളോ ഇതുവരെ ഞാൻ A സ്ക്വയറും B സ്ക്വയറും എവിടെ ഉപയോഗിക്കണമെന്ന് കണ്ടിട്ടില്ല. ഉസ്സാക ലസ്സാകു ഇന്നവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉസ്സാക ലസ്സാകു ഇന്നവർ ഉപയോഗം വന്നിട്ടുണ്ടോ? മോനെ എത്ര അടി അവിടെ കിട്ടിയത് അതിനു വേണ്ടി സാറിന്? ഉസ്സാകൻ ലസ്സാകും പഠിക്കാഞ്ഞിട്ട് കിട്ടിയ അടി മുൻകറി നക്കീറത്ര ആ രീതിയിൽ കൊണ്ടു എന്ന ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ? ഉള്ളവരുണ്ട് കേട്ടോ. ലൈവ് ഉണ്ടല്ലേ, നാളെ എന്നെ ട്രോളാൻ ആളുകളായി. മാഷാ അല്ലാഹ്. ഇത് അത് ഉപയോഗമുള്ളവരുണ്ട്. അവിടേക്ക് നമ്മൾ പോകണ്ടേ? നമ്മൾ ഈ ഒട്ടുപാല് കുത്തിപ്പറിച്ചിട്ട് അത് കൊണ്ടുപോയി ഉണക്കി കമത്തി വിറ്റിട്ട് പിന്നെ മൺപാലും കൂടെ എടുത്ത് അതിന്റെ കൂടെ വിൽക്കണവൻ എന്ത് ഉസ്സാക എന്ത് ലസ്സാകൂ. നിങ്ങളൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ട് സാറിന്റെ കൈത്തണ്ടയ്ക്ക്? ഉസ്സാക ലസ്സാകൂ. അതാ കിടക്കുന്നു ഉമ്മയുടെ കൊലുസ് വാരി അവിടെ പോയി. എന്റെ പൊന്ന് സഹോദരങ്ങളെ സഹോദരിമാരെ, ഗ്രാമർ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടേതാ? ഇംഗ്ലീഷാ? അല്ല, അറബി ഗ്രാമർ. ഒരെണ്ണത്തിന് തന്നെ 3 ഗ്രാമർ ഉണ്ടാവും. നെഹു പഠിക്കണ പോലെ ഒരു ഖത്തീബ് വന്നിട്ട് ചോദിക്കില്ല നിക്കായിന് എത്രയാ മഹർ? 41 ഗ്രാം. സവ്വജത്തുക്ക വാങ്കഹുത്തുക്ക ബിന്ദി ഫാത്തിമ ബി മഹരി 41 ഗ്രാം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവിടെ ഇരിക്കണ ഖത്തീബ് എന്താവണം? ആ 41 ഗ്രാം അറബിയിലാക്കണം. ആ അറബിയിലാക്കണമെങ്കിൽ തന്നെ അതിന് 4 നിയമങ്ങളുണ്ട് അവിടെ. അതതും മഴദൂതും തമ്മിൽ ഫോട്ടോ വിട്ടു 1 മുതൽ 10 വരെ ഇങ്ങനെ. അങ്ങനെയല്ലേ സിറാജി? 10 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അതിലേക്ക് അത്രയും. ഈ മഹർ പറയുമ്പോ നിങ്ങൾ പറയില്ല മൂല്യാര് 41 ഗ്രാം. അപ്പൊ അവിടെ നെഹു പഠിക്കണം, തർക്കീബ് വെക്കണം. 3 മുതൽ 10 വരെ ഇങ്ങനെ. ഈ 4 വൈത്ത് വന്നാലേ 41 ഗ്രാം അവിടെ അറബിയിലാക്കാൻ പറ്റൂ. അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ട് ആഫുലായതുകൊണ്ട് മഹലിൽ കോഴിയെടുക്കാൻ ആളെ ആയി എന്ന് കരുതണ്ട. ഈ കുട്ടികൾ പഠിക്കുന്നതേരാ മേറാജിന്റെ യാത്ര നിങ്ങൾ കണ്ടുവല്ലോ. ഈ ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം ഏതാണ്? ഈ ലോകത്ത് ഏറ്റവും വേഗതയുള്ള സാധനം ഏതാ? ഇതെന്തിട്ടാണ് എന്റെ പടച്ചോമ്പുരാനെ? ഈ ലോകത്ത് ഏറ്റവും വേഗതയുള്ളത് എന്തിനാണ്? പടച്ചതമ്പുരാനെ അയ്യങ്കമാവ ഉരുപത്ത് മാലം തുളഫ്. ഈ ലോകത്തെ ഏറ്റവും വേഗതയുള്ള സാധനം ഏതാണ്? കയ്യോട് പ്രശ്നമില്ലേ? തൗഫീഖ് നൽകട്ടെ അല്ലാഹു, തൗഫീഖ് നൽകട്ടെ. ഇടയ്ക്കൊരു റീഫ്രഷ്. കുല്ലു നബിയോട് ചോദിച്ചു കൊടുക്ക, അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ. ഈ ഭൂമിയുടെ ഉപരി, ഈ ഭൂമിയുടെ അന്തർഭാഗത്ത് ഞാൻ വെച്ചിരുന്നു നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഏതു പൊന്ന. ഞാൻ ഈ ജലങ്ങളെ മുഴുവനും വെട്ടിച്ചു കളഞ്ഞു. ഇങ്ങനെ കുഴിച്ചു പോകുമ്പോ ഈ ഭൂമിയുടെ അടിയിൽ ജലമില്ലേ? ഞാനതിനെ പിൻവലിച്ചാൽ തീകെടുത്താൻ നിങ്ങൾക്കാരാ ജലം തരിക? ആർക്കാ തരാൻ പറ്റുക? ആർക്കരാൻ പറ്റുക? എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഇതേത് സൂറത്താ? ഞാൻ ഖുർആനെ പരിചയപ്പെടുത്താൻ, ഒരു ഖുർആന്റെ ഖാദിം എന്ന രീതിയിൽ ഖുർആനെ പരിചയം. സൂറത്തിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ഇങ്ങനെ പറയാൻ, പക്ഷേ ശാസ്ത്രം പറയാൻ സമയമില്ലല്ലോ സഹോദരാ. ഈ ഖുർആനെ ഒന്ന് പഠിക്കണേ ചെറുപ്പക്കാരാ. ഇങ്ങനെ ലോകരാജാക്കന്മാരെ വെല്ലുവിളിച്ച ഖുർആനാണ് നമ്മളോട് നമ്മുടെ ജീവിതത്തിന്റെ നിരർത്ഥകതയെ കുറിച്ച് പറയുന്നത്. നമ്മുടെ വീട് ഖുർആനിലുണ്ട്. നമ്മുടെ വീട് ഈ അമേരിക്കയും ഈ ഇസ്രാവും മിറാജും മാത്രമില്ല, കാനൂരെ പെങ്ങളെ നിന്റെ വീട് ഖുർആനിലുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കനാ. അല്ലാഹു നിങ്ങൾക്ക് സമാധാനമുള്ള വീട് തന്നില്ലയോ? പടച്ചോൻ വീട് തന്നു എന്നല്ല പറഞ്ഞത്. പിന്നെയോ
പറ മനുഷ്യന്മാരെ, സക്കന സമാധാനമുള്ള വീട്. വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. വീടാര് തരും? വീട് പഞ്ചായത്ത് തരും. പക്ഷെ സക്കീനത്ത് തരും. സക്കീനത്ത് അതിനകത്ത് സമാധാനത്തോടെ കിടക്കണ്ടേ? അതിന് സമാധാനത്തോടെ കിടക്കണ്ടേ? ബാലരാമപുരത്തെ 2 വയസ്സുകാരി കുഞ്ഞ് കിണറ്റിൽ വീണതേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇരയായിട്ടാണ്. ഒന്നുമറിയാത്ത പിഞ്ചു പൈതല് 2 വയസ്സുകാരി പൊന്നുമോളെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്ന മയ്യത്ത് വീട്ടിൽ വന്നപ്പോ അയൽപക്കക്കാര് പൊട്ടിക്കരഞ്ഞു പോയി. പൊന്നുമോളെ, കുടുംബജീവിതത്തിന്റെ ശൈഥില്യമാണ് 2 വയസ്സുകാരി പൊന്നുമോളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതെങ്കിൽ അല്ലാഹു പറയുകയാണ്, വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകനാ. നിങ്ങൾക്ക് സമാധാനമുള്ളൊരു വീട് നിന്റെ റബ്ബ് തന്നതല്ലയോ? പഞ്ചായത്ത് ബൈത്ത് തരും, വീട് തരും, പക്ഷേ സക്കീനത്ത് തരില്ല. സക്കീനത്ത് കിട്ടണമെങ്കിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം സമാധാനം കൊടുക്കണം, പരസ്പരം സന്തോഷമുണ്ടാവണം. അല്ലാഹു നമ്മുടെ വീടുകളെ ഖുർആൻ പറഞ്ഞ വീടുകളാക്കട്ടെ. ആമീൻ പറയ്. ഞാൻ ശാസ്ത്രമൊക്കെ വിട്ടു. അല്ലാഹു നമ്മുടെ വീടുകളെ ഖുർആൻ പറഞ്ഞ വീടാക്കട്ടെ. ഏത് വീട്? ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ അൻകബൂത്ത്. സൂറത്തുൽ അൻകബൂത്ത്. ഈ സൂറത്തിന് പേര് വെച്ചതൊന്നും വെറുതെ അല്ല. ഈ സൂറത്തിന് വെറുതെ അങ്ങ് പേര് വെച്ചല്ല. എന്നാ ഈ പേര് നിനക്ക് ഇരിക്കട്ടെ. ആദ്യത്തെ കുട്ടിക്ക് പേര് അൽഹംദുലില്ലാഹ്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ആരുടെ വീടാ? ചലന്തിയുടെ വീടാ. എന്തുകൊണ്ട് നമുക്കറിയാം? ഒരു കമ്പിലിരുന്നിട്ട് ഒരു പാറക്കെട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ശരീരത്തിലെ പശ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ഒരു സെമിറ്റിക് എഞ്ചിനീയറുടെ കരകൗശല വിദ്യയെ തോൽപ്പിക്കുന്ന രീതിയിൽ മനോഹരമായ വീടുണ്ടാക്കും ചിലന്തി. അതിന്റെ ഇഴകളുടെ ഇടയിൽ തന്നെ സമീകൃത അകലാണ്, ഏറ്റക്കുറച്ചിലില്ല. ചിലന്തിയുടെ വീട് കണ്ടറിയാം. നോക്കിയാൽ മനോഹരമായ വീട് പണിയും ചിലന്തി. ചിലന്തിയുടെ വീട് കാണാൻ എന്ത് രസമാണ്, അത് ഉണ്ടാക്കുന്നത് കാണാൻ എന്ത് രസമാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർ എന്ത് കാണാം? നമ്മളൊക്കെ ചിലന്തി വീടുണ്ടാക്കണം. നോക്കി, ഓണം വന്നു, തുമ്പപ്പൂ. സഹോദരങ്ങളെ, ചിലന്തി സമയമില്ലല്ലോ, ചിലന്തി വീടുണ്ടാക്കും. ആ ചിലന്തിയുടെ വീട് മനോഹരമായ വീടാണ്. പക്ഷെ ഒരു കാറ്റടിച്ചാൽ, ഒരു വിരലൊന്ന് തൊട്ടാൽ ആ വീട് ഒന്ന് സഹകരിക്കും. മനുഷ്യന്മാരെ, ഞാൻ എന്തേലും പറഞ്ഞു പോയാൽ മതിയാ? ഞാൻ ഒരു ഇൻഫർമേറ്റീവായ രീതിയിൽ അത് പറയാൻ, ആ വീട് പൊട്ടിപ്പോവും അല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. അല്ല, ഇത് നമ്മുടെ ധാരണയാണ്. അവിടെ ഖുർആന്റെ ഒരു പ്രയോഗമുണ്ട്, ഇത്തഖദതു ബൈതാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. പെൺചലന്തിയ വീടുണ്ടാക്കുന്നത് അടുത്ത സമയത്താ കണ്ടുപിടിച്ച്. ഇത്തഖദ ബൈത്ത എന്ന് പറഞ്ഞാൽ ആൺചലന്തി എന്നാണ്. അറബി ഭാഷയുടെ പ്രത്യേകത അതാ. ഇത്തഖദത്ത് ബൈത്ത. ഫീലിൽ താവ് വന്നാൽ അല്ലേ? ഫീൽ താവ് വന്നാല് ഫായില് മുഅന്നസൻ വതാഉ തഇനീസിനതൽ മാളീദ കാനാലി ഉൻസാ കാബത്ത് ഹിന്ദുല്ലദാ. പെൺചലന്തിയാണ് വീടുണ്ടാക്കണത്. ആൺചലന്തി എല്ലാം കൊണ്ട് ഒപ്പിച്ചു കൊടുക്കും. കുടിലില് ഒരു നേരത്തെ കഞ്ഞിയും ചമ്മന്തിയുമാണെങ്കിലും സമാധാനം മതി എന്ന് പറയുന്ന എത്രയെത്ര പെങ്ങന്മാരുണ്ട്. സഹോദരാ, നമ്മുടെ വീടുകളെ ഖുർആൻ പറഞ്ഞതുപോലെ ചിട്ടപ്പെടുത്തണം, നമ്മുടെ പരിസരങ്ങളെ ചിട്ടപ്പെടുത്തണം. എന്നിട്ട് ആ ഖുർആന്റെ വഴിയിലൂടെ നടക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ചുരുക്കി ഞാൻ ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. ആ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ, ആ ഖുർആന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാം നശിച്ചു പോകുന്ന സമയത്ത് ഈ ദുനിയാവ് മാത്രമല്ല, നാളെ പരലോകത്ത് നമ്മോട് ആരാ നീക്ക് അറിയോ? മറേ അബൂ ഉമർ ചോദിച്ചു, നീ ആരാ?
അപ്പൊ ഉമർ ചോദിച്ചു, നീ ആരാ? ഉമർലാൻ വിട്ടുകൊടുക്കുക, രണ്ടുപേരും ഒരേ പ്രകൃതമാണ്. ഉവൈന്റെ പേര് ഒരേ പ്രകൃതമാണ്. ഉവൈനാറതാണ് ഒരു ഇച്ചിരി കുടുംബ മഹിമയൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, ഞാൻ ആരെന്നറിയോ? ഉമർലാൻ വിട്ടുകൊടുത്തില്ല. മന്നെന്താ, നീ ആരാ എനിക്കെന്താ? ഉവൈനാറിന് ദേഷ്യം വന്നു. ഞാൻ ആരെന്നറിയോ ഉമറേ? അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം, അനൽ കരീമു വബിനുൽ കരീമി വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പയുടെ വാപ്പ എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പയുടെ വാപ്പയും മാന്യനാണ് ഉമറേ. നിനക്കെന്നെ അറിയില്ല അല്ലേ? ഉമർലാന് തിരിച്ചു പറഞ്ഞു, അല്ല. അന്തൽ ഖബീഥു വബിനുൽ ഖബീഥി വബിനുൽ ഖബീഥ്, അന്തൽ ഖബീഥു വബിനുൽ ഖബീഥി വബിനുൽ ഖബീഥ്. നീയും പിഴച്ചവനാണ്, നിന്റെ വാപ്പയും പിഴച്ചതാണ്, നിന്റെ വാപ്പാടെ വാപ്പായും പിഴച്ചതാണ്. അന്തൽ ഖബീഥ്, നീ അത്ര വലിയ ബഹുമാ. അന്തൽ ഖബീഥ്, നീ അത്ര വലിയ ബഹുമാ. ഖബീഥ് എന്ന് പറഞ്ഞ നജിസ്. നീ നജിസ്, അശുദ്ധമാണ്, നിന്റെ വാപ്പായും അശുദ്ധാണ്. നീ നജിസ്, അശുദ്ധമാണ്, നിന്റെ വാപ്പായും അശുദ്ധാണ്. അനൽ കരീം വബിനുൽ കരീം, അനൽ കരീം വബിനുൽ കരീം വബിനുൽ കരീം. ഞാൻ നല്ലത്, എന്റെ വാപ്പ അല്ല, എന്റെ വാപ്പാടെ വാപ്പ. ലോകത്തോട് പറഞ്ഞ നീതിയുടെ പര്യായമായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അനീതിക്കാരനാണെന്ന് ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, സമൂഹത്തിൽ പരസ്പരം വഴക്കുണ്ടാകുമ്പോ, പരസ്പരം പോരടിക്കുമ്പോ, പരസ്പരം വഴക്കുണ്ടാകുമ്പോ, പരസ്പരം പോരടിക്കുമ്പോ, പരസ്പരം വാഗ്വാദം നടത്താറില്ലേ? സന്ദർഭോചിതമായിട്ട് ഓർമ്മിപ്പിക്കുകയാ. പരസ്പരം വാളെടുക്കുമ്പോ, പരസ്പരം യുദ്ധം ചെയ്യുമ്പോ, പരസ്പരം വഴക്കടിക്കുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മളെ സ്വാധീനിക്കുന്നു. വാളെടുത്ത് ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ വെട്ടാൻ പോ. അവനേത് ഗോത്രക്കാരനായാലെന്താ, ഹിർറത്ത് ബിൻ ഹുസൈൻ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ശുജായത്തോടെ കൈതട്ടി മാറ്റിയപ്പോ, ഇനി കോപാകുലനായ ഉമറിനെ കീഴിൽ നിന്ന് വാള് താഴെ വീണു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നിർഭകാനായ ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉയൈന, എന്നോട് മാപ്പാക്കണേ ഉയൈന. കോപാകുലനായ ഉമറിനെ പിടിച്ചു നിർത്താൻ ഖുർആനിനെ കഴിയൂ. അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകം ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നിടത്ത് നിൽക്കുന്ന ആൾ ഖുർആൻ പറയുന്നിടത്ത് നിൽക്കണം. അതാണ് ഖുർആനിനോടുള്ള സ്നേഹം. ഈ ദുനിയാവിൽ ഖുർആനിനോടുള്ള സ്നേഹം അതെടുത്ത് മുത്തലല്ല, അതെടുത്ത് കണ്ണിൽ വെക്കലല്ല. വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹു റസൂലിന്റെ അടുക്കൽ ഞാൻ ചെന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞ ഹബീബിന്റെ കൂടെ മുസ്ലിമായി ജീവിച്ചു. ആ സമയത്തെങ്ങാനും മരിച്ചിരുന്നെങ്കിൽ വകുന്തു മിന അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗാവകാശിയാകുമായിരുന്നല്ലോ മോനെ. ഇപ്പോൾ ഇതാ ഹബീബ് വിട പറഞ്ഞു, ഞാൻ ഭരണാധികാരിയായി. ഇപ്പോൾ എങ്ങാനും മരിച്ചാൽ എനിക്ക് സ്വർഗമാണോ എനിക്ക് നരകമാണോ എന്ന് എനിക്കറിയില്ല മോനെ. അബ്ദുല്ലാ മരിക്കുന്ന നേരത്ത് ധീരനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വിലപിക്കുകയാണ്. അവസാനം പറഞ്ഞു, മോനെ അബ്ബേ, ഞാൻ താഴെ വരുന്ന മലക്കുകൾക്ക് മറുപടി പറയട്ടെ മോനെ. എന്റെ മുകളിൽ മണ്ണിട്ടിട്ട് നിങ്ങൾ ഉടനെ പോകരുത്. ഒരൊട്ടകത്തെ അറുക്കത്തിട്ട് ആ മാംസം വിതരണം ചെയ്യുന്ന സമയം വരെ എങ്കിലും ഉപ്പാന്റെ കബറിന്റെ അടുക്കൽ നിങ്ങൾ നിൽക്കണം. നമ്മുടെ മക്കൾ നിൽക്കുവോ? നമ്മുടെ ബന്ധുക്കൾ നിൽക്കുവോ? നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുവോ? എത്രയും പെട്ടെന്ന് അടക്കിയിട്ട് അവസാനം മൈലാഞ്ചിച്ചടി അടയാളം വെച്ച് എല്ലാവരും തിരിച്ചു പോകുന്ന നേരത്ത്, സഹോദരാ, 6 അടി മണ്ണിലെ ആദ്യ രാത്രിയിൽ അവസാനം നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന വകയേതാ? ഒരേ ഒരു വകയേ ഉള്ളൂ. ഈ വിനീതന് സ്ഥാപനമുണ്ട്, ഹംദാൻ ഫൗണ്ടേഷൻ. ഇവിടെ നായൂരടുത്ത് കരാളി പോണത് 300 ഹാഫിളീങ്ങളുണ്ട്. അവിടെ നിന്ന് ആ ദുആയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടേക്ക് വന്നു. എനിക്കിപ്പോഴും ഓരോറപ്പുണ്ട്. എന്താ ഉറപ്പെന്നറിയോ? ഇപ്പം മരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോണതെങ്കിൽ
എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 300 ഹാഫിളീങ്ങൾ ഉണ്ടാവും. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവരുണ്ടാകും. അവരുടെ 5 നേരത്തെ ദുആയിലും അടുത്ത സമയത്ത് ഈരാട്ടുപേട്ടയിലെ സനത് സമ്മേളനത്തിൽ പോയി. അതിന്റെ സംഘാടകർ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോ അതിലൊരു മാനേജർ അവിടെ പറഞ്ഞു, ഞാൻ ഹംദാനിൽ പോണത് മഗ്രിബിന്റെ സമയത്താണ്. നിസ്കാരം കഴിഞ്ഞ് വെള്ള കമ്മീസും വെള്ള തലപ്പാവും ഇട്ട് ആ 300 ഹാഫിളീങ്ങൾ ഇറങ്ങി വന്നപ്പോ എന്റെ മനസ്സങ്ങ് വല്ലാതെ കുളിർന്നു പോയി. ആ ഒരു കുളിരിന്റെ കാഴ്ചയുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ഏതൊക്കെ പോയാലും, ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ഈ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഒരു മാസം 20 ലക്ഷം രൂപയാണ് സ്ഥാപനം നടക്കണമെങ്കിൽ 20 ലക്ഷം. ഇവിടെ ഞാൻ ചോദിച്ചു എത്ര വേണമെന്ന്. ഇവിടെ ഒരു 10,000 രൂപ മതി. 40,000 രൂപയാണ് ഒരു മാസം. അതിന് ഇവരെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു മഹല് കിടന്ന് ഇതൊരൊറ്റ മനുഷ്യൻ 1-ാം തീയതി, ഇന്നിപ്പോ എത്ര തീയതി എന്നറിയോ? 30. നാളെ എനിക്ക് ആലങ്കോടാണ്, വാള് വരൂല. കാരണം 1-ാം തീയതി 20 ലക്ഷം ഉണ്ട്. ഇപ്പൊ 20 ലക്ഷം. പക്ഷെ ആ കഷ്ടപ്പാടിനൊരു സുഖമുണ്ട്. നേരത്തെ എനിക്ക് വാള് പറഞ്ഞായിരുന്നു മതി, ഇപ്പൊ അങ്ങനെയല്ല. സ്ഥാപനം കൊണ്ടുപോകാം. ഒരു കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിനൊരു സുഖമുണ്ട്. ആ സുഖം ഞാൻ സ്വയമായിട്ട് എന്നോട് പലരും ചോദിക്കും, എന്തിനാ ഇത്രയും വലിയ ഭാരം? അതൊരു സുഖമാണ്. ഇന്ന് നാളെയോ മറ്റന്നാളും ഒക്കെ ഇല്ല, അടുപ്പിൽ തീ കത്തിച്ച് ചിരട്ട കത്തിച്ച മാതിരി പൂന്നും വന്നൊരു പോക്കാണ്. ആ പോക്കിന് ഒരു സുഖമുണ്ട്. അവരുടെ ഭക്ഷണത്തിന്റെ പൈസ, അവരുടെ കരണ്ട് കാശിന്റെ പൈസ, അവരുടെ ശമ്പളത്തിന്റെ പൈസ അതുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുമ്പോ മനസ്സിലൊരു ആശ്വാസമുണ്ട്. മരിച്ചാല് പുറകിൽ നിന്നിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മുഹു എന്ന് പറയാൻ ഒരു 300 എണ്ണം, ബാക്കി ആരും ഇല്ലെങ്കിലും വേണ്ടില്ല, ഒരാളും ഇല്ലെങ്കിലും. 6 അടി മണ്ണിലേക്ക് പോയി പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ എന്നെ അടക്കണ പള്ളിക്കാടിന്റെ നേരെ അടുത്താണ് ഹംദാൻ. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴെങ്കിലും ആ മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഓർക്കാതിരിക്കില്ല. ഇപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ ഈ പളപളാ മിന്നുന്ന ഈ വെള്ള ഷർട്ട്, ഈ പശമുക്കിയ ഷർട്ട് മാറും, ഈ വാച്ചിൽ നിന്ന് ഊരി മാറ്റും, ഈ വസ്ത്രം ഊരി മാറ്റും. ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് 3 വെള്ള തുണിയിൽ എന്നെ കൊണ്ടുപോകും. പക്ഷേ എന്റെ കൂടെ വരുന്നത് ഒന്ന് മാത്രം, അത് മാത്രം ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല സഹോദര, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതോ ലോകത്തിലെ ഏറ്റവും നല്ല വാക്കിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ദിവസം എത്ര പൈസ ചെലവഴിക്കുന്നു, എത്രയോ പൈസ റീചാർജ് ചെയ്യാൻ. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയാൽ തന്നെ 100 രൂപയാവും. കാരണം ജ്യൂസ് തന്നെ പണ്ടത്തെ പോലെ ജ്യൂസ് അല്ല, ഷെയ്ഖാണ്. ഷാർജ ഷെയ്ഖ്, റാസൽ കൈമ ഷെയ്ഖ്, സൗദി ഷെയ്ഖ്, അങ്ങനെ പല ഷെയ്ഖ്. ഇപ്പൊ ആ പേര് മാറി. ഇപ്പൊ കുടത്തിൽ പൊട്ടിത്തെറിച്ചത്, പോകുമ്പോൾ നീള വന്നത്, പോകുമ്പോൾ കൂടെ വന്നത്, അങ്ങനെയൊക്കെയാണ് ജ്യൂസിന്റെ. 100 രൂപ മാറ്റി വെക്കണം. ഒന്ന് ബൈക്കിൽ പെട്രോൾ അടിക്കാൻ 1 ലിറ്ററിന് 100 രൂപ മാറ്റി വെക്കണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, മനസ്സുള്ളവര്, ഈ ഒരു നല്ല റജബ് അവസാനിക്കാണ്, ശഅബാൻ തുടങ്ങാൻ, നല്ല രാത്രി, നിങ്ങൾ ഒരു ദിവസം ഒരു 100 രൂപ മാറ്റി വെക്കും. ഒരു ഹാഫിളിന് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 100 രൂപ മതി. ഞാൻ നടത്തുന്ന ആളാണ്. എല്ലാ ദിവസവും ഒരു 100 രൂപ മാറ്റി വെക്കും. കടയടയ്ക്കുമ്പോ, കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വരും, ഒരു 100 രൂപ. അതൊരു മാസമാകുമ്പോൾ 3000 രൂപയാവും. ഒരു ഹാഫിളിന് ഒരു മാസത്തെ, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 100 രൂപ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു മാസം 3000 രൂപ. നിങ്ങൾക്ക് കഴിയുന്ന മാസത്തോളം, 3 മാസം കഴിയുന്നവർ 3 മാസം, 6 മാസം കഴിയുന്നവർ 6 മാസം, 1 വർഷം കഴിയുന്നവർ 1 വർഷം. ഇൻഷാ അല്ലാഹ് ഈ റജബ് മുതൽ അടുത്ത റജബ്, അല്ലെ ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ എന്റെ സമ്പാദ്യത്തിന് 100 രൂപ മാറ്റി വെച്ച് ഒരു ഹാഫിളിന് 3000 രൂപ വെച്ച് നമ്മുടെ ഇവിടുത്തെ ഹിഫ്ള് കോളേജിന് കൊടുക്കാം എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തിട്ട് ആരെങ്കിലും ഇതൊന്ന് ചെയ്യാൻ പറ്റും? അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ആ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. നിന്റെ ഖുർആനിന് വേണ്ടി തന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഒരു 100 രൂപ മാറ്റിവെച്ച ചെറുപ്പക്കാരന് നീ എല്ലാവിധ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ.
സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ അതിന്റെ ഇരട്ടി ലാഭം നീ അതിൽ നൽകണേ റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ ഹാഫിളീങ്ങളെ നൽകണേ അല്ലാ. ആ 100 രൂപ മാറ്റിവെക്കുമ്പോ മാരക രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും നീ കാക്കണേ റഹ്മാനേ. മാഷാ അല്ലാ. ഇനി ആരാ ഒരാൾ ഒരു 100 രൂപ വെച്ച് സഹോദരിമാരും ഒരു സഹോദരി മാഷാ അല്ലാ, ഒരു സഹോദരൻ ഒരു സഹോദരി മാഷാ അല്ലാ. സല്ലല്ലാഹു അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ സദഖയെ നീ കബൂലാക്കണേ അല്ലാ. ബറക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനേ. എല്ലാവിധ റാഹത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരിക്ക് ഹാഫിളായൊരു മകനെ കൊടുക്കണേ റബ്ബേ. ഉമ്മാന്റെ ഉപ്പാന്റെ കൈ പിടിച്ച് സ്വർഗത്തിലെത്തുന്ന ഒരു നല്ല മോനെ കൊടുക്കണേ അല്ലാ. കാസിം കുഞ്ഞ് മുള്ളിക്കാല അല്ലേ, മുള്ളിക്കാല മൂന്നാമതൊരു സഹോദരൻ റബ്ബേ നീ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണേ അല്ലാ. ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. 100 രൂപ മാറ്റിവെക്കുമ്പോ ദുനിയാവിന്റെ സർവ്വതലവിനും വേണ്ടി മാറ്റിവെക്കുന്ന കൂട്ടത്തിൽ ഹാഫിളീങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ ആ സമ്പത്തിൽ അതിന്റെ ഇരട്ടി ലാഭം കൊടുക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കൺകുളിർമേകുന്ന മക്കളാക്കണേ അല്ലാ. അദ്ദേഹത്തിനും ഭാര്യക്കും ജീവിതം നൽകി അവരുടെ വീടിന് സമാധാന ജീവിതമുള്ള വീടാക്കി കൊടുക്കണേ റഹ്മാനേ. നാലാമത്തെ സഹീദ ബീവി തിരുവനന്തപുരം 15,000 രൂപ. സഹീദ ബീവി ഏത് സദക്ക ചെയ്തുവോ അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റണേ റഹ്മാനേ. സന്തോഷം നൽകണേ അല്ലാ. അവരുടെ മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കണേ റഹ്മാനേ. ഖുറൈശ ബീവി 3000 രൂപ. അല്ലാഹുവേ നീ അവരെ സദക്കയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്ത് നൽകണേ തമ്പുരാനെ. ആ ഉമ്മക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. സഫീർ കലൈപുരം 1 മാസത്തെ ചെലവ്. മുബീന ബീവി ആലങ്കോട് ഒരു സ്വർണ്ണ മോതിരം ഉദ്ദേശിച്ച കാര്യം സഫലമായതിനു വേണ്ടി അല്ലാഹുവേ ഈ സ്വർണ്ണമേത് കൈവിരലിൽ കടന്നോ ആ കൈവിരൽ നീ സ്വർഗത്തിലാക്കണേ റബ്ബേ. അവരുടെ മക്കളെ നീ സൽ സ്വഭാവികളാക്കണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ബിലാൽ മുഹമ്മദ് 2000 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഏതാഗ്രഹമാണോ സബലീകരിക്കണേ അല്ലാ. ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. സഫീർ കലപുരം 1 മാസത്തെ ചെലവ്. സഫീർ കലപുരം 1 മാസത്തെ ചെലവ്. അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. 2 സനദ് വായിക്കുന്ന കുട്ടികളുടെ ചെലവിനായി 10,000 രൂപ ഒരു സഹോദരൻ മാഷാ അല്ലാ. പടച്ചവനെ ആ ഹാഫിളട്ടം കൊടുക്കണേ അല്ലാ. അഷ്റഫ് കാനൂർ 3000 രൂപ. അഷ്റഫ് കാനൂർ 3000 രൂപ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സനദ് കൊടുക്കല്ലേ സനദ് ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഈ സനദ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യും. ആ ദുആയിലേക്ക് നിങ്ങൾ 3000, 6000 ഇനി ഒരു വർഷം ഞാൻ ആദ്യം ചോദിച്ചാൽ ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഒരു മാസം 3000 വെച്ച് കൊടുക്കാൻ പറ്റിയ ആളുകൾ ഇൻഷാ അല്ലാഹ് പറയും. നമുക്ക് അവസാനം ദുആ ചെയ്യാം. സനദ് ഇതിലേക്ക് കടക്കുകയാണ്. ഒരു സഹോദരൻ 2 മാസത്തെ ചെലവ്.
ഇൻഷാ അല്ലാഹ് സനദിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം നടക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കാഞ്ഞാർ അഹമ്മദ് കബീർ ബാഖവി അവരുടെ കയ്യിൽ നിന്നും സനദ് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയ വിദ്യാർത്ഥി റാഷിദ് ബിൻ അബ്ദുറഹീമിനെ ക്ഷണിച്ചോളും. قولوا تكبير قولوا تكبير قولوا تكبير. അടുത്ത സനദ് ഉസ്താദിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രിയ വിദ്യാർത്ഥി അല്ലമീൻ ബിൻ സുധീർ സാഹിബ് ക്ഷണിച്ചു. ഖൂലു തക്ബീർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടുപേരാണ് സനത് വാങ്ങിക്കുന്നെങ്കിലും വളരെ മനോഹരമായി ഒരു വലിയ സ്ഥാപനമൊക്കെ നടത്തുന്ന സനത് പോലെ തന്നെ 3 മകൻ്റെയും കൂടെ അതിവിടെ ഭംഗിയായി അത് നടത്തിയിട്ടുണ്ടോ എന്നത് വളരെയേറെ അഭിനന്ദനാർഹമാണ്. റാഷിദ്, കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ഈ ബക്കറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഈ ബക്കറ്റുമായി നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും അതിലേക്കൊരു നല്ല സദക്ക സംഭാവനയായി നൽകണം. അല്ലാഹു സ്വീകരിക്കും. കുടുംബൈശ്വര്യത്തിന് മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി മകൻ ഉംറയ്ക്ക് പോകുന്നു. ഉംറ കബൂലാകുന്ന ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾ, ഇവിടെ ജോലി ചെയ്ത ഉസ്താദന്മാർ, എല്ലാവർക്കും വേണ്ടി ഇതിനെ സഹായിച്ചതിനെ ഊടുംബാവ് നൽകി പള്ളിക്കാട്ടിലേക്ക് പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ സഹോദരങ്ങളുടെ സനത് ഇഷ്ടമായിക്കാണ്. ഇൻഷാ അല്ലാഹ് ലിസ്റ്റ് വായിച്ച് നമുക്ക് ദുആ ചെയ്യാം. എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഈ ഹാഫിളീങ്ങൾക്ക് സനദും മെമൻറ്റും ഒക്കെ കൊടുത്ത് ഇവരാക്കി ഉസ്താദിനും കൊടുക്കണമായിരുന്നു. ഉസ്താദിന് കൈ തന്നെ ഇല്ല. ഇപ്പോൾ അദ്ദേഹം വളരെ ഒരു ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് വളരെ ഉസ്താദിന് കനപ്പെട്ടതാണ്. ഉസ്താദിന് ഒരു വലിയ ആദരം അവരൊരുക്കിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇതിന് ഉത്തരോത്തരം പുരോഗതിയിൽ എത്തിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ ഖൈറാക്കി തരട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട തുടങ്ങാൻ വളരെ എളുപ്പമാണ്, നിലനിർത്തി പോകാനാണ് ബുദ്ധിമുട്ട്. ഇതിനെ പോലെ സുൽഫിക്കർ മുളങ്കാട്ടിൽ വീട് 500 രൂപ മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. സുൽഫ ബീവി പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ. സുൽഫ ബീവി മഹാദേവർകുന്ന് 1500 രൂപ കുടുംബൈശ്വര്യത്തിനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യണം. നാസർ കൈതോട് 500 രൂപ മരണപ്പെട്ടവർക്കും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യണം. നാസുദ്ദീൻ പള്ളിക്കുന്നമ്പുറം 1000 രൂപ സംഭാവന കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മരണപ്പെട്ട മാതാവിനും പിതാവിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 501 രൂപ, 2000 രൂപ. ഒരു സഹോദരൻ 501 രൂപ, 2000 രൂപ. ഷാനിഫ ബീവി 2000 രൂപ ശരി ചെയ്യാൻ. ഒരു സഹോദരി 601 രൂപ കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം.
മരണപ്പെട്ട മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മുഹമ്മദ് സത്യമംഗലം 500 രൂപ ദുആ ചെയ്യണം. കുടുംബത്തിൽ മരണപ്പെട്ടവർക്കും കുടുംബശ്രീത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 701 രൂപ ഒരു സഹോദരൻ. ഹസൻ ബീവി ഐരക്കുഴി ശരീരസുഖത്തിനു വേണ്ടി ദുആ ചെയ്യാൻ 105 രൂപ. ശരീരസുഖത്തിനും കുടുംബശ്രീത്തിനും ജോലി സുഖത്തിനും വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ ഒരു സഹോദരി. മൈമൂനത്ത് ബീവി ശരീരസുഖത്തിനു വേണ്ടി ദുആ ചെയ്യാൻ 102 രൂപ. പിതാവിന് സ്ഥിരജോലിയും സെയ്ഫുദ്ദീന്റെ കച്ചവട പുരോഗതിക്കും വേണ്ടി കുടുംബശ്രീത്തിനും മരണപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ സംഭാവന. 1000 രൂപയും ഒരു കോഴിയും സംഭാവന. ചെറുമകളുടെ അസുഖം മാറുന്നതിന് വേണ്ടി ഫാത്തിമ ബീവി 100 രൂപ സംഭാവന. ഷറഫുദ്ദീൻ നാജ മൻസിൽ കാനൂർ ശരീരസുഖത്തിനു വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മുഹമ്മദ് മേലേക്കാനൂർ 500 രൂപ. മകളുടെ അസുഖം മാറുന്നതിനും കുടുംബശ്രീത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ലിബിന ഫാത്തിമ കടയിൽ വീട് കാനൂർ 50 കിലോ. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാനും കുടുംബശ്രീത്തിനു വേണ്ടി ജിഷ സത്യമംഗലം 500 രൂപ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ലത്തീഫ ബീവി കാനൂർ 1000 രൂപ. അൻസാരി കാനൂർ 1000 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഹംസ ബീവി മുളങ്കാട്ടിൽ 500 രൂപ. ഷാഹിന കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും കടയുടെ ഉയർച്ചയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ജമീല കാനൂർ 200 രൂപ. മരണപ്പെട്ട മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാതാവ് 500 രൂപ. മരണപ്പെട്ട മാതാവിനും പിതാവിനും വേണ്ടി ദുആ ചെയ്യാൻ മനാഫ് കിഴക്കുംഭാഗം 201 രൂപ. മുഹമ്മദ് പള്ളിക്കുന്നുംപുറം 500 രൂപ ദുആ ചെയ്യണം. ഷെറീന ചിറ 1000 രൂപ. കുടുംബത്തിൽ മരണപ്പെട്ടവർക്കും കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യണം. നസീർ പള്ളിക്കുന്നുംപുറം 4000 രൂപ കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യണം. മുബീന ആലങ്കോട് 501 രൂപ ഉദ്ദേശ കാര്യസാധ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. റജീന തെന്നൂർ 500 രൂപ കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. സിയാദ് കുമ്മൾ 100 രൂപ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഷെരീഫ ബീവി 500 രൂപ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം. സനോഫർ തണ്ണിക്കൽ 250 രൂപ ജോലിയുടെ ബർക്കത്തിനും മരണപ്പെട്ട പിതാവിനും വേണ്ടി കുടുംബൈശ്വര്യത്തിനു വേണ്ടിയും ദുആ ചെയ്യണം. റുക്കിയ ബീവി കിഴക്കതിൽ 500 രൂപ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. സലീം മഹാദേവർ കുന്ന് 150 രൂപ കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യണം. അൽസമീർ 4000 രൂപ ദുആ ചെയ്യണം. സക്കറിയ വളവ് വെച്ച 4400 രൂപ ഒരു സഹോദരി. 500 രൂപ ഒരു സഹോദരി. 251 രൂപ കണ്ണിന്റെ അസുഖം ശിഫയാക്കാൻ ദുആ ചെയ്യണം. കുൽസം ബീവി 500 രൂപ. മരണപ്പെട്ട മകൻ നൌഷാദിന് വേണ്ടി ദുആ ചെയ്യാൻ ആത്തിക ബീവി 101 രൂപ. നിസാർ മേലേക്കാനൂർ 250 രൂപ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഹലീമ ചെല്ലിമുക്ക് 100 രൂപ. ഹാജിറ ബീവി 200 രൂപ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ആരിഫ ബീവി 101 രൂപ ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒരു സഹോദരി 101 രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സുബൈദ ബീവി 101 രൂപ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. റഹ്മ ബീവി 101 രൂപ കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒരു സഹോദരി 200 രൂപ മരണപ്പെട്ട മാതാപിതാക്കൾക്കും ശരീരസുഖത്തിനും വേണ്ടി ദുആ ചെയ്യണം. നബീസ ബീവി 500 രൂപ ദുആ ചെയ്യണം. ദാവൂദ് മഹാദേവർക്കൊന്ന് 3000 രൂപ. യഹൂദ റാവുത്തർ കാനൂർ 501 രൂപ. തൗഫീഖ് 250 രൂപ സഹോദരി 500 രൂപ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഷിഹാബുദ്ദീൻ സത്യമംഗലം 500 രൂപ മരണപ്പെട്ട പിതാവിനും അനിയനും വേണ്ടി ദുആ ചെയ്യണം. ഷിജിൻ സത്യമംഗലം 1000 രൂപ ദുആ ചെയ്യണം. നസീർ വളവ് വെച്ച 500 രൂപ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു സഹോദരി 200 രൂപ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അഷ്റഫ് കോങ്കലിൽ സത്യമംഗലം 300 രൂപ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യണം. ഷാജി 130 രൂപ. സക്കറിയ തണ്ണിക്കൽ 500 രൂപ ദുആ ചെയ്യണം. 24x7 കാനൂർ വാട്സാപ്പ് കൂട്ടായ്മയുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 8000 രൂപ സംഭാവന. ലിബിന ഫാത്തിമ 50 കിലോ ഇറച്ചി ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി സംഭാവന. ദുആ ചെയ്യണം. മരണപ്പെട്ടു പോയ ബദറുദ്ദീൻ സാഹിബ് മുൻപ് ജമാഅത്തിന്റെ വെള്ളത്തിനാവശ്യമായി കുളത്തിനു വേണ്ടി 3 സെന്റ് സ്ഥലം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സബൂറ ബീവി ഇപ്പോൾ 10 സെന്റ് വസ്തു ജമാഅത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. ദുആ ചെയ്യണം. ഒരു സഹോദരി 200 രൂപ സംഭാവന. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം.
സുബിന കടയിൽ 50 കിലോ ഇറച്ചി ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടി സംഭാവന മരണപ്പെട്ട മാതാവിനും കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യാൻ. അൻവർ മഹാദേവർ കുന്ന് 2 കിലോ നെയ്യ് ദുആ ചെയ്യണം, ആണ്ടുനേർച്ചയ്ക്ക് വേണ്ടി സംഭാവന. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത എല്ലാ സദഖകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അർഹമുറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളല്ലാതെ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത സർവ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഈ പുണ്യമായ റജബിന്റെ അവസാനത്തെ രാവുകളിൽ ഞങ്ങൾ ചെയ്യുന്ന ദുആകളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ഓതിയ ഖുർആൻ ശരീഫിന്റെ പ്രതിഫലം, ഇവിടെ നടക്കുന്ന എല്ലാ നന്മകളുടെയും സ്വലാത്തുകളുടെയും പ്രതിഫലം ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ നീ എത്തിക്കണേ റഹ്മാനെ. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി ഹിഫ്ളുൽ ഖുർആന് വേണ്ടി സദക്ക ചെയ്തവർ, ഈ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തവർ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നീ അതിന്റെ പ്രതിഫലം എത്തിക്കണേ റഹ്മാനെ. അവര് ഖബറിൽ എന്തെങ്കിലും രക്ഷ അനുഭവിക്കുന്നെങ്കിൽ കരുണക്കടലേ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. നിലനിർത്തി തരണേ റഹ്മാനെ. നിലനിർത്തി തരണേ റഹ്മാനെ. അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഒന്ന് നിസ്കരിക്കാൻ പോലും കഴിയാത്ത അനാരോഗ്യത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. രോഗാവലംബിയായി, ശയ്യാവലംബിയായി, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, ഒരു സുജൂദ് ചെയ്യാൻ കഴിയാതെ, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭീതിതമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മരണം വരെ ഞങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ വന്നവർ, ട്യൂമർ വന്നവർ, അല്ലാഹുവേ ഡയബറ്റീസ് പരിധി കടന്നവർ, എല്ലാവരും